സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവം ക്രിസ്തുവിലുള്ള ഞങ്ങളിലൂടെ തന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രവർത്തനത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സർവ്വമഹത്വവും പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. ലവ് യു ഡാഡ്. ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഹോളിലായിരിക്കുന്ന അപ്പോൾ തന്നെ ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന എല്ലാവർക്കും സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ അവസാന സെക്ഷനിലും ആദ്യമായിട്ട് വന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ കരുതുവാനായിട്ട് ഇടയാകട്ടെ, തൻ്റെ ലക്ഷ്യത്തിൽ എത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ തുടക്കം മുതൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ആ സന്ദേശം ദൈവരാജ്യ സുവിശേഷത്തിലെ പുതിയ സൃഷ്ടിയെക്കുറിച്ചാണ്. പുതിയ സൃഷ്ടി, പഴയ സൃഷ്ടി ഉള്ളതുകൊണ്ടാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പഴയ സൃഷ്ടിയുടെ ആ സെറ്റപ്പ് ഈ ലോകത്തിൽ, അതിൻ്റെ ശരീരത്തിൻ്റെ സെറ്റപ്പ് ഈ ലോകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നാം കേട്ടു. അതൊരു ഷട്ടറിങ് സ്റ്റേജ് മാത്രമാണ്. ഷട്ടറിങ് സ്റ്റേജ്, കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഷട്ടർ അടിക്കുന്നു, ആ ഷട്ടർ അടിച്ചിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നു, ആ ഷേപ്പിലേക്ക് കോൺക്രീറ്റ് കൊടുക്കുന്നു, തുടർന്ന് ആ കോൺക്രീറ്റ് ഉറച്ച ശേഷം ഷട്ടറിങ് എടുത്ത് കളയുന്നു. അതേപോലെ ഈ ഇരിക്കുന്നത് മുഴുവൻ ഷട്ടറുകളാണ്. ഈ ശരീരം മൊത്തം ഷട്ടറുകളാണ്. ഇതുമായിട്ട് ബന്ധത്തിലുള്ള വ്യക്തികൾ, ഷട്ടറിങ് അടിക്കാനുള്ള വ്യക്തികളാണ് നമ്മുടെ ചുറ്റും കൂടുന്നത്. അത് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും ജോലിക്കാരായിട്ടും ഒക്കെ കൂടുന്ന ഷട്ടർ അടിക്കുന്ന ആളുകളാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ദേഹിയിലാണ് ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടില്ല, ജസ്റ്റ് ഇതിൻ്റെ സർഫസ് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ദൈവം ഏറ്റവും വലിയ ആർക്കിടെക്റ്റാണ്. ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിൽ ജീവിപ്പാൻ നമ്മളെ ശില്പിയായി ഒരുക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവം ഒരുക്കിക്കൊണ്ടു പോവുകയാണ്. പക്ഷേ നമ്മൾ ഇതാണ് ജീവിതം എന്നും പറഞ്ഞ് ഇതിൽ കിടന്ന് കുത്തിമറിയുകയാണ് പലരും. ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം, ഇതല്ല ജീവിതം. ഇത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള ഒരു ഷട്ടറിങ് സ്റ്റേജ് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞാൽ തട്ടടിക്കുക. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തട്ടടിക്കുക. തട്ട് കുറച്ച് നേരത്തേക്കുള്ളൂ, 15 ദിവസം 20 ദിവസത്തിന് കഴിഞ്ഞാൽ തട്ടെടുത്ത് മാറ്റും. ഇതോടുകൂടി തന്നെ നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ തട്ടെടുത്ത് മാറ്റി, നമ്മുടെ പിതാക്കന്മാരുടെ ശരീരം എടുത്തു മാറ്റി. എങ്ങോട്ടേക്ക് മാറ്റി? സെമിത്തേരിയിലേക്ക് മാറ്റി, ഭൂമിയിലേക്ക് മാറ്റി. നമ്മൾ അതിനെ സെമിത്തേരി എന്ന് പറയുന്നു. എല്ലാവരുടെയും തട്ട് മാറ്റി. തുടർന്ന് ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. തട്ട് ജീവിതം കഴിഞ്ഞു, നമ്മൾ അവിടെ ചെന്ന് നിൽക്കേണ്ടതായിട്ട് വരും. ഇതാണ് നമ്മൾ ഇതുവരെ കേൾക്കുവാനായിട്ട് ഇടയായത്. ഇത് ഒരു നിങ്ങൾ ഓരോരുത്തരും, ഓരോ മനുഷ്യരും ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ വീടെന്നും ദൈവത്തിന്റെ വീട്ടിൽ ദൈവം താമസിക്കുന്നുവെന്നും എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ മർത്തി ശരീരം ദൈവത്തിന്റെ ആലയം നിങ്ങൾ അറിയുന്നില്ലേ? ആ വീട്ടിൽ എത്ര മക്കളുണ്ടെന്നാ പഠിച്ചേ? ആ വീട്ടിൽ 2 മക്കളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ധൂർത്തപുത്രന്റെ കഥയിൽ 2 മക്കളുള്ളത്. ചേട്ടനുണ്ട്, അനിയനുണ്ട്. ചേട്ടൻ മണ്ണിൽ നിന്നുള്ളവനാണ്. ദൈവം ആദത്തെ ഉണ്ടാക്കിയപ്പോൾ ആദ്യം മണ്ണിൽ നിന്ന് പൂഴിയെടുത്ത് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. ഡെഡ് ബോഡി അല്ല ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനാണ്. പലരുടെയും ചിന്ത ദൈവം ഉണ്ടാക്കിയത് ഡെഡ് ബോഡിയാണെന്ന്. ഡെഡ് ബോഡി അല്ല ദൈവം ഉണ്ടാക്കിയത്. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ഭൂമിയിൽ നിന്ന് പൂഴി കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കി. അതാണ് ചേട്ടൻ. ശരി, ആ ചേട്ടനിലേക്ക് അനിയനെ ചേർക്കുകയാണ്. ആ വീട്ടിലേക്ക് അനിയനെ ചേർക്കുക. അനിയൻ രണ്ടാമത്തവനാണ്. അനിയൻ ഭൂമിയിൽ നിന്ന് വന്നതല്ല, അനിയൻ സ്വർഗത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസം അതിലേക്ക് ഊതിയപ്പോൾ ആ മനുഷ്യൻ, ഡെഡ് ബോഡി അല്ല, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. അപ്പോ ആ മനുഷ്യന് അടുത്ത അംഗീകാരങ്ങൾ കിട്ടുകയാണ്. ഇതാണ് സങ്കീർത്തനം പറയുന്നത്, നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, ഈ മനുഷ്യപുത്രനെ ഓർക്കേണ്ടതിന് എന്താ കാര്യം? കാരണം അവിടെ എഴുതിയിരിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പമാത്രം താഴ്ത്തി, ഏലോഹീമിനേക്കാൾ അല്പമാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുകയാണ്. അവനെ അണിയിച്ചിരിക്കുക, ഡ്രസ്സ് അണിയിക്കുന്നത് പോലെ തേജസ് ബഹുമാനം അണിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല നിന്റെ കൈകളുടെ പ്രവർത്തിക്കുക, നീ അവനെ അധിപനാക്കി. ദൈവം പറഞ്ഞു സർവ്വഭൂമിയും അടക്കി വാഴുക. ഹല്ലേലൂയ. കൈകളുടെ പ്രവർത്തിക്ക് അധിപനാക്കി. അങ്ങനെ ഈ വീട്ടിൽ, ഇത് ദൈവം താമസിക്കുന്ന വീടാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ മർത്തി ശരീരം ദൈവത്തിന്റെ ആലയമെന്ന്, വീടെന്ന് അറിയുന്നില്ലയോ? ഇതിൻ്റെ ഉള്ളിൽ 2 മക്കളുണ്ട്. ഒന്ന് മൂത്തവനാണ്, അവനാണ് ഇവൻ. മറ്റത് ഇളയവനാണ്, അവനാണ് ആത്മശരീരം. ഹല്ലേലൂയ. മൂത്തവൻ അധിക കാലമില്ല, മൂത്തവൻ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. മൂത്തവന് അവകാശമില്ല, ഇളയവനാണ് നിത്യാവകാശം. മൂത്തവന് താൽക്കാലിക അവകാശമേ ഉള്ളൂ. ഈ ഭൂമിയിലെ കുറച്ച് ലാൻഡ്, 1 ഏക്കർ ലാൻഡോ 5 സെന്റ് ലാൻഡോ 10 ഏക്കർ ലാൻഡോ ഈ ഭൂമിയിലെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാലത്തേക്ക് മൂത്തവനുണ്ടാവും. അത് കഴിഞ്ഞാൽ മൂത്തവന്റെ ശരീരം സെമിത്തേരി പോകുന്നതോടുകൂടെ അവൻ എന്തൊക്കെ ഉണ്ടായോ അത് ഒന്നും അവനില്ലാതെയാവും. അവൻ വട്ടപൂജ്യയാവും. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത് ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്.
മലയാളത്തിൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയല്ല, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, ജഡമണ്ഡലത്തിൽ ലാഭം ഒന്നും ഇല്ല. എന്തൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൂട്ടിയാലും മരണ ദിവസം രത്തൻ ടാറ്റ ധാരാളം ഉണ്ടാക്കി, നല്ല കാര്യം, പ്രവർത്തിക്കട്ടെ. എന്നാൽ മരണ ദിവസം വല്ലതും കൊണ്ടുപോയോ? ഒന്നുമില്ല, വട്ടപൂജ്യം. ഇതാണ് യേശു കർത്താവ് പറഞ്ഞ ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ചേട്ടായിക്ക് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ആർക്കാണ്? അനിയനാണ്. പക്ഷെ ഈ ലോകത്തിൽ നമ്മളെ അനിയനിലേക്ക്, ആത്മമനുഷ്യനിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നവർ വിരളമാണ്. ഹല്ലേലൂയ. ഇത് പഠിപ്പിച്ച ആളുടെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. ശരീരത്തിന്റെ ഭാഗത്ത് പ്രയോജനമില്ല, ആത്മാവത്രേ ജീവൻ തരുന്നത്. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കേട്ടു. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മളും അന്വേഷിച്ചുകൊണ്ട് പോകണേ, എന്താ ശരീരത്തിന് വേണ്ട എന്തെങ്കിലും അന്വേഷിച്ച് പോകാറ്? കാരണം നമ്മളും അന്വേഷിക്കുന്നത് ശരീരത്തിലാണ്. കാരണം നമ്മളെ യേശു തിരിച്ചതുപോലെ തിരിക്കാൻ നമുക്ക് ആളില്ല. പൗലോസിനെ പോലുള്ള ശിഷ്യന്മാരില്ല. അങ്ങനെയുള്ള ശിഷ്യന്മാരുണ്ടെങ്കിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? പൗലോസിനെ പോലുള്ള ശിഷ്യന്മാർ പറയുന്നത്, ചേട്ടായി മൊത്തം കാണുന്നതാ, അനിയൻ കാണാത്തതാ. ചേട്ടായി ശരീരമാ, ജഡരക്തമാ, അനിയൻ ആത്മാവാ. അദ്ദേഹം പറയാണ്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും നോക്കി പാർക്കുന്നത്. മനസ്സിലായോ? കാണുന്നതിനെയല്ല കാണാത്തതിനെയൊക്കെ നോക്കി പാർക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഹല്ലേലൂയ. കാണാത്തതാണ് ദൈവപുത്രൻ. ദൈവം രണ്ടാമത് ഊതിയില്ലേ? ഭൂമിയിൽ നിന്നുണ്ടാക്കിയത് മനുഷ്യപുത്രൻ. ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ ശ്വാസം ഊതിയത് ദൈവപുത്രൻ. ദൈവത്തിന് വേണ്ടത് ദൈവപുത്രന്മാരെയാ. അങ്ങനെയാണ് കഴിഞ്ഞ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതിന്റെ തുടർച്ചയായിട്ട് നമ്മളങ്ങ് പോവുകയാണ്. ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ മക്കളോട് ചോദിച്ചു, നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യുന്നു? ഒരാൾ പറഞ്ഞു, എന്റെ അപ്പൻ ബിസിനസ് ചെയ്യുന്നു. മറ്റേ ആൾ പറഞ്ഞു, എന്റെ അപ്പൻ കടൽ പണിക്ക് പോകുന്നു. അപ്പൊ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ അപ്പൻ എന്ത് ചെയ്യുന്നു? സ്വർഗസ്ഥ പിതാവ് എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? അനേക ദൈവപുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ഏതാണ് വാക്യം? എബ്രായർ 2:10. മനുഷ്യന്റെ വാക്കുകളൊക്കെ നുണയാകാം, പക്ഷേ ദൈവം എന്ത് പറയുന്നു, ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു, അതാണ് സത്യം. എബ്രായർ 2:10 പറയുന്നു, നമ്മുടെ അപ്പൻ എന്ത് ചെയ്യുന്നു? ഒരു പണിയില്ലാതിരിക്കുകയല്ല നമ്മുടെ അപ്പൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാ യേശു പറഞ്ഞേ, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു, നിങ്ങളും പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയുള്ള പ്രവൃത്തിയാണ്? എനിക്കൊരു സംഘടന, ഒരു തട്ടുകൂട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണോ? അല്ല. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം എബ്രായർ 2:10 പറയാണ്, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. ദൈവം തന്റെ ഫാമിലിയെ ഒരുക്കുകയാണ്, കുടുംബത്തെ ഒരുക്കുകയാണ്. ദൈവ കുടുംബം. ഹല്ലേലൂയ. മനുഷ്യർക്ക് കുടുംബമുണ്ട്, മൃഗങ്ങൾക്ക് കുടുംബമുണ്ട്. എന്നാൽ ദൈവത്തിന് മാത്രമാണ് ഒരു കുടുംബം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാത്തത്. തനിക്ക് ആകെപ്പാടെ ഒരു മകൻ മാത്രമേ ഉള്ളൂ, ഏകജാതൻ. ഹല്ലേലൂയ. ആ ഏകജാതനിലൂടെ അനേകം മക്കളെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ദൈവം. വായിക്കേ എബ്രായർ 2:10. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നിങ്ങൾ ബൈബിളിലെ ധാരാളം കാര്യങ്ങൾ മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യം മറക്കരുത്. ദൈവം എന്തു ചെയ്യുന്നു, നമ്മുടെ അപ്പൻ എന്തു ചെയ്യുന്നു എന്ന സന്ദേശം മറക്കരുത്. ഹല്ലേലൂയ. നമുക്ക് നേരത്തെ മത്തായി 7:21, 22, 23 ദൈവദാസന്മാരെയും വിശ്വാസികളെയും കൂട്ടമായി കർത്താവ് തള്ളിക്കളയുന്ന രംഗം. ആ രംഗത്തിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ദൈവേഷ്ടം ചെയ്യുന്നവരാണെങ്കിൽ പോവില്ല, അല്ലെങ്കിൽ പോവും. 7:21 യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെയും സുവിശേഷം അറിയിച്ചവരെയൊക്കെ കൂട്ടത്തോടെ കർത്താവ് പുറത്താക്കുന്ന രംഗമുണ്ട്. ആ സമയത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ പുറത്താക്കുന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്തിട്ടില്ല, മാത്രമല്ല അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. ഈ 2 കാരണം കൊണ്ടാണ് സുവിശേഷം അറിയിക്കുന്നത് നിങ്ങളെ പുറത്താക്കുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി നിങ്ങളെ പുറത്താക്കുന്നത്. ഈ 2 കാരണം കൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നിങ്ങളെ പുറത്താക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. അപ്പോൾ അതിന് പരിഹാരത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, നമ്മൾ ഈ സന്ദേശം തുടക്കത്തിൽ വായിച്ചതാണ്. ഇതിൽ നമ്മൾ ദൈവ ഇഷ്ടത്തിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. ഇന്ന് നമ്മൾ ലോകത്ത് പ്രസംഗിച്ച് നടക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുക, വാ കൊണ്ട് ഏറ്റു പറയുക. അത് ചെയ്തവരാണ് നിൽക്കണേ. ഹല്ലേലൂയ. യേശു പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പകരം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഇതാരാ പറയുന്നേ? ജഡ്ജിയാ പറയുന്നേ. നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്ന കർത്താവായ യേശുവാ പറയുന്നേ. അങ്ങനെയെങ്കിൽ ഇതിൽ എത്ര പേര് കിടക്കും? ഈ വചനത്തിന് ഒരു മാറ്റവും ഇല്ല. ആകാശം മാറും, ഭൂമി മാറും, ഈ വചനത്തിന് ഒരു മാറ്റവും
ഇല്ല. വേണമെങ്കിൽ നമ്മൾ മാറിക്കൊള്ളണം, വചനം മാറില്ല. യേശുക്രിസ്തു ഇന്നലെ ഇന്ന് നാളെ അനന്യനാ, മാറില്ല. യേശുക്രിസ്തുവിന്റെ പിതാവ് യഹോവയായ ദൈവം, ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയായി ഞാൻ മാറാത്തവൻ, മാറത്തില്ല. നമ്മൾ വേണമെങ്കിൽ മാറിക്കൊള്ളണം. നമ്മൾ സമൂഹത്തോട് നോക്കിയാൽ നമുക്ക് മാറേണ്ട ഒരാവശ്യമില്ല. പക്ഷെ യേശുവിലേക്ക് നോക്കിയാൽ മാറേണ്ട ആവശ്യമുണ്ട്. സമൂഹത്തിലേക്ക് നോക്കിയാൽ ചാക്കോച്ചൻ ഇന്ന് പേരൻ എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്, മോളിക്കുട്ടിയും വന്നിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് പോവാ. എവിടെയാ? ഞങ്ങൾ ഇന്ന സോ സഭയിലെ അംഗമാണ്. ഒരു കാര്യമില്ല, നമുക്ക് മാറാൻ തോന്നുന്നില്ല. പക്ഷെ യേശുവിലേക്ക് നോക്കിയാൽ മാറാൻ തോന്നും. യേശു പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല. അപ്പൊ ഇവരെന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക? യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? കർത്താവേ ദൂതന്മാരിൽ ഇല്ലേ യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നല്ല കാര്യം. പക്ഷെ സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല, സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല. യേശു പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല. ഏവനും അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. ഹല്ലേലൂയ. യേശുവിന്റെ വാക്ക് ഊവ ഊവ, ഇല്ല അല്ല. അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നർത്ഥം. അല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു ആരെ പ്രൊമോട്ട് ചെയ്യുക? അവിടെ സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ആരെ പ്രൊമോട്ട് ചെയ്യണേ? പിതാവിനെ. എന്റെ മക്കളെ, സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ യേശു പ്രൊമോട്ട് ചെയ്യുന്ന ആ പിതാവിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതാ യേശു പറഞ്ഞു, എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. ഹല്ലേലൂയ. ന്യായവിധി സമയത്ത് യേശു ആ പിതാവിന്റെ പേരും പറഞ്ഞ് ഈ കൂട്ടരെ ഒഴിവാക്കുകയാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്തില്ല. അടുത്ത് നിൽക്കുന്നത് ദൈവദാസന്മാരാണ്. അവരവിടെ എഴുതിയിരിക്കുന്നു. അടുത്ത ദേവദാസന്മാർ പറയാണ്, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ന്യായവിധി ദിവസം എന്നോട് പറയും. ഒരുപക്ഷെ ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ലായിരിക്കാം. കാരണം അത്ര ഒന്നും എത്തിയിട്ടുണ്ടാവില്ലായിരിക്കാം. ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല, രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല, എത്തിയിട്ടില്ലായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം ചെയ്തവരൊക്കെ അവിടെ ഉണ്ട്. അന്ന് യേശു അവരോട് എന്നാ പറയാൻ പോണേ? താഴെ എഴുതിയിരിക്കുന്നു, അന്ന് ഞാൻ അവരോട്, യേശു അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ട് പോകുമെന്ന് തീർത്തു പറയും. അതിന്റെ അർത്ഥം, ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണമെന്നാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്? അധർമ്മം ചെയ്യാതെ ജീവിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, എന്റെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ആ വ്യക്തി എങ്ങനെ, എന്ത് ചെയ്യണം? പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ആദ്യം പിതാവിന്റെ ഇഷ്ടം അറിയണം. ബി പ്രാക്ടിക്കൽ. അധിക ദിവസവും ഇല്ല, ഈ ശരീരം ഇപ്പൊ പോവും. പിതാവിന്റെ ഇഷ്ടം അറിയണം. എന്റെ കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടില്ല. എന്റെ മക്കളെ, നിങ്ങൾ കയറി പോകാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞു തരുന്നേ. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന സമൂഹം ഇത് പറഞ്ഞു തരുന്നില്ലായിരിക്കാം. പക്ഷെ വിശുദ്ധ ബൈബിൾ യേശു പറഞ്ഞു തരുന്നുണ്ട്. യേശു ഇത് പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനാണ്. നമ്മൾ കയറി പോകുമോ ഇല്ലേ എന്നറിയാൻ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാനാണ്. ഹല്ലേലൂയ. അപ്പോ എന്ത് ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ യേശു പറഞ്ഞേ? പക്ഷെ ഇത് എത്ര പറഞ്ഞാലും നമ്മുടെ അകത്ത് നിൽക്കത്തില്ല. അതുകൊണ്ട് അത് മനസ്സിലായ കാര്യം അടുത്തിരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറ, പിതാവ്, സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗ്ഗരാജ്യത്തിൽ യേശു കടത്തുകയുള്ളൂ. ഓൺലൈനിലായിരിക്കും നിങ്ങൾക്കും പറയാം. അല്ല, പേടിയുള്ളവരാണെങ്കിൽ പറയണ്ട. ഹല്ലേലൂയ. പേടിയുള്ളവരാണെങ്കിൽ പറയണ്ട. ഞാൻ പറഞ്ഞല്ല, യേശു പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല. അപ്പൊ ഇവരെന്ത് പറയുന്നുണ്ട്? യേശുവിനെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നുണ്ട്. അവരല്ല സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അവർക്ക് എവിടെ കിടക്കാം? യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞവർക്ക് സഭയിൽ കിടക്കാം. രക്ഷിക്കപ്പെട്ടവരെ യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലേ? വിശ്വസിക്കുകയും പറയുകയും ചെയ്യും. അവർക്ക് സഭയിൽ കിടക്കാം. സഭയിൽ നിന്ന് ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ദൈവം ഇഷ്ടം ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി രണ്ടാമത് യേശു പറയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ കിടക്ക് പുറത്ത്. അപ്പൊ അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് എവിടെ കിടക്കാൻ പറ്റത്തില്ല? ദൈവരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തില്ല. അപ്പൊ പലരും പേടിച്ചിരിക്കുക. എന്താ അങ്ങനെ? നമ്മൾ ഈസി വഴി കണ്ടെത്തിയതുകൊണ്ടാണ് പ്രശ്നമായത്. നമ്മൾ വിചാരിച്ച യേശുവിനെ കൈ ഉയർത്തി കാർഡ് ഫില്ല് ചെയ്ത് സ്നാനപ്പെട്ട സ്വർഗ്ഗരാജ്യത്തിൽ കയറാന്നല്ലേ? ബൈബിൾ അങ്ങനെയൊന്നും പറയുന്നില്ല.
ബൈബിൾ വ്യക്തമായിട്ട് പറയാണ്, കൈ ഉയർത്തണം, യേശുവിനെ സ്വീകരിക്കണം, കാർഡുണ്ടെങ്കിൽ കാർഡ് ഫില്ല് ചെയ്യണം, സ്നാനം കർത്താവ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്നാനപ്പെടണം. പക്ഷെ ഇതുകൊണ്ടൊന്നും അവിടെ എത്തത്തില്ല. ഇതൊക്കെ അതിലേക്ക് എത്താനുള്ള വഴിയിലെ ഓരോ മാർഗങ്ങളാണ്, വ്യവസ്ഥകളാണ്. യേശു കർത്താവ് നോക്കുന്നത് നമ്മൾ ഹോള് മാറിയോന്നല്ല, ആള് മാറിയോന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഹോള് മാറിയോന്നല്ല, ആള് മാറിയെന്നാ. ആള് മാറുകയെന്ന് വെച്ചാൽ ചേട്ടനിൽ നിന്ന് അനിയനിലേക്ക് മാറണം. ചേട്ടനിൽ നിന്ന് അനിയനിലേക്ക് മാറണം. ജഡമനുഷ്യനിൽ നിന്ന് ആത്മമനുഷ്യനിലേക്ക് മാറണം. പിടുത്തം കിട്ടിയ? അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്താലേ സ്വർഗരാജ്യം അവകാശമാക്കൂ. ആ ദൈവ ഇഷ്ടമാണ് ദൈവപുത്രന്മാരുടെ നിർമ്മാണം. ഇതാണ് ഹെബ്രായർ 2:10 നമ്മൾ വായിക്കാൻ എടുത്തു വെച്ച സംഭവം. ദൈവം എന്താ ചെയ്യണേ? ദൈവം ചെയ്യണത് യേശുക്രിസ്തുവിനെ പോലെയുള്ള അനേകം മക്കളെ ഈ ക്രിസ്തു മുഖാന്തരം ഒരുക്കിയെടുക്കുകയാണ്. ഒരിക്കലും മറക്കരുത്. ഹെബ്രായർ 2:10 നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോളണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ്. ഹെബ്രായർ 2:10 വായിച്ചു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ എന്ത് ചെയ്യ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. നമ്മളുടെ സുവിശേഷങ്ങളിൽ ഇതുണ്ടോ? ദൈവം ചെയ്യുന്നത് എന്താണ്? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. അപ്പൊ എന്താ ചെയ്യണേ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ദൈവം ആത്മാവാ, അതുകൊണ്ട് ഈ പുത്രന്മാരും ആത്മാവാ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആത്മാവാണ്, അതുകൊണ്ട് ദൈവപുത്രന്മാരും ആത്മാവാണ്. ദൈവം ജഡമല്ല, ദൈവം ആത്മാവാ, അതുകൊണ്ട് ദൈവപുത്രന്മാരും ആത്മാവാ. പക്ഷെ നമ്മളൊക്കെ ഇരിക്കണതോ ഇതൊക്കെ ജഡത്തിലാ. ഇതൊക്കെ ഇരിക്കണ ജഡമെന്ന് ഉദ്ദേശിക്കുന്നതാണ് ഈ ചേട്ടായി എന്ന് പറയുന്നത്. പുതിയതായിട്ട് വന്നവർക്ക് മനസ്സിലാക്കിയൊക്കെ ജഡമാണ് ചേട്ടായി, ആത്മാവാണ് അനിയൻ. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മളൊക്കെ ജഡത്തിലിരിക്കണേ. നമ്മുടെ ദേഹി ജഡത്തിൽ കുടുങ്ങി കിടക്കുക. നമ്മുടെ ദേഹിയാണ് നമ്മുടെ അസ്തിത്വം, നമ്മുടെ അക്കൗണ്ട് അതാണ്. അത് ജഡത്തിൽ കുടുങ്ങി കിടക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തോളണം? നമ്മളുടെ ദേഹി ജഡത്തിൽ കുടുങ്ങി കിടക്കുന്ന ജഡത്തെ വിട്ടിട്ട് ആത്മാവിലേക്ക് കയറിക്കൊള്ളണം. ആദത്തിന്റെ ജഡത്തെ വിട്ടിട്ട് ആത്മാവിലേക്ക് കയറിക്കൊള്ളണം. നിങ്ങൾക്ക് വേറെ ചിത്രത്തിലൂടെ കാണിച്ചു തരാം. അപ്പോ ഒരു കാര്യം മറക്കരുത്, ദൈവം എന്ത് ചെയ്യുക? ദൈവപുത്രന്മാരെ ഒരുക്കുകയാ. മനുഷ്യപുത്രന്മാരാണ് ഇരിക്കണം. ഇതിങ്ങൾക്കൊക്കെ മരണമുണ്ട്, ദൈവപുത്രന്മാർക്ക് മരണം ഇല്ല. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് മനസ്സിലാക്കാതെ നാം യേശുവിനെ ഈ ജഡരക്തങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടും, അന്നവസ്ത്രായി നന്മ കിട്ടും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നമ്മൾ യേശുവിനെ പിന്തുടരുന്നതെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരാ. ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. കരം കൊടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ 2 തലകളെ കാണാം. അതിൽ ഒന്നിന്റെ മേളിൽ ആദം എന്ന് എഴുതിയിരിക്കുന്നു, ഇൻ ആദം. മറ്റൊന്നിന്റെ മുകളിൽ ഇൻ ക്രൈസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നു. നമ്മളെല്ലാം ഈ ആദം ആണ് ഒന്നാം ആദം, ചേട്ടായി എന്ന് വിളിക്കുന്ന ആള്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവൻ. ഇനി ഇതിൽ തന്നെ 2 ഉണ്ട്. ആദത്തിൽ മണ്ണിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതുകൊണ്ട്, എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്നതുകൊണ്ട്. പക്ഷെ ഈ ആദത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അനിയൻ, മണ്ണിൽ നിന്ന് വന്നതാണ് ചേട്ടൻ. ഈ സ്വർഗത്തിൽ നിന്ന് വന്ന അനിയൻ മരിച്ചുപോയി. ഇതാണ് ധൂർത്തപുത്രന്റെ കഥയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവ് പറയുകയാണ്, ധൂർത്തപുത്രന്റെ കഥയിൽ ലൂക്കോസ് സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ അതിന്റെ 17-ാം വാക്യം താഴേക്ക് വായിക്കുമ്പോൾ ആ മകൻ തിരിച്ചു വരുമ്പോ പറയുന്ന ഒരു രംഗമുണ്ട്. പിതാവ് പറയാണ്, എന്റെ മകൻ മരിച്ചവനായിരുന്നു. ആരാ യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് വിട്ടുപോയത്?
ഇളയ മകൻ അപ്പന്റെ അടുക്കൽ നിന്ന് വിട്ടുപോകുന്നതാണ് മരണം. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും ആരാ അവിടെ തന്നെ ഉണ്ട്? മൂത്ത മകൻ അവിടെ തന്നെ ഉണ്ട്. ജഡരൂപിയായ മൂത്ത മകൻ അവിടെ തന്നെ ഉണ്ട്. ഇളയ മകനാണ് അപ്പനെ വിട്ടുപോയത്, മരിച്ചു പോയത്. എൻ്റെ മകൻ മരിച്ചു പോയിരുന്നു, അവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോ ആദത്തിന്റെ ഉള്ളിൽ മരണം നടന്നു കഴിഞ്ഞു. ആദത്തിന്റെ ഉള്ളിൽ മരണം നടന്നു. ഇനി ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു, ആദ്യത്തെ ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിലോ, ഈ ജഡത്തിന്റെ ഗ്ലോറി എന്ന് പറയുന്നത് ആത്മാവാണ്. ചേട്ടന്റെ ഗ്ലോറി എന്ന് പറയുന്നത് അനിയനാണ്. അനിയനിലാണ് ആ ദൈവത്തിന്റെ വാസം. അനിയൻ പോയതോടുകൂടെ, അനിയൻ മരിച്ചതോടുകൂടെ ജഡത്തിന്റെ ഗ്ലോറി പോയി. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ അവനെ ദൈവത്തെക്കാൾ, എലോഹീമിനേക്കാൾ അല്പമാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചു. തേജസ്സും ബഹുമാനവും ജഡത്തിന് കിട്ടിയത് അനിയൻ വന്നപ്പോഴാണ്. അനിയനിലാണ് ദൈവസാന്നിധ്യം, അനിയനാണ് ദൈവത്തിന്റെ മകൻ, അനിയനാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്. എന്നാൽ പാപം ചെയ്തതോടുകൂടെ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദത്തിന്റെ ഉള്ളിലെ അനിയൻ മരിച്ചു, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ സാന്നിധ്യം, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതോടുകൂടെ മരണം നമ്മുടെ ഗ്ലോറി നഷ്ടപ്പെട്ടു. മരണം നമ്മളെ ദ്രവത്വത്തിലേക്ക് കീഴടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്താണ് ഇതാ സ്വർഗത്തിലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ അയക്കുമ്പോൾ ക്രിസ്തു ഏകജാതനാണ്. ആ ഏകജാതനായ ക്രിസ്തു, അതായത് ഈ പിതാവിന് ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകൻ, ഏകജാതൻ. ഇതാണ് യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ അകത്ത് അനിയൻ നഷ്ടപ്പെട്ട ഈ ആദം എന്ന ആ ദേവാലയം, നമ്മളെല്ലാം ദൈവത്തിന്റെ ആലയമാണ്. ആദം എന്ന ദേവാലയത്തിൽ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട ദേവാലയമായി ആദവും ആദത്തിന്റെ മക്കളും ജനിച്ചു പെരുകയാണ്. ജഡരൂപികളായി, സ്ത്രീയുടെ സന്തതികളായി പെറ്റുപെരുകയാണ്. അങ്ങനെ പെറ്റുപെരുകുന്നവരുടെ ഉള്ളിൽ എന്തില്ല? ആ പെറ്റുപെരുന്നവരുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യമില്ല. അവർ ആലയങ്ങളാണ്, പക്ഷേ പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ആലയങ്ങളാണ് ഈ ലോകത്തിലെ മനുഷ്യർ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു. കാരണം ആരില്ല ദൈവ സാന്നിധ്യം ഇരിക്കണേ? ദൈവ സാന്നിധ്യം ഇരിക്കുന്ന അനിയനിലാണ്. അനിയനാണ് ദൈവത്തിന്റെ മകൻ. ആ മകൻ മരിച്ചു. അതുകൊണ്ടാണ് പിതാവ് എന്താ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ആ പിതാവ് പറയുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നു 15:24 ചിന്തിക്കുന്നു. പിതാവ് പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, എന്റെ മകൻ മരിച്ചുപോയി. ശ്രദ്ധിക്കുക, എന്റെ മകൻ മരിച്ചു, എന്റെ മകൻ മരിച്ചു. ഹല്ലേലൂയ. എടുത്തേക്കൊന്ന് വായിച്ചേ. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്റെ ഈ മകൻ മരിച്ചു. അപ്പോ ദൈവത്തിന്റെ മകൻ എന്നാ പറ്റിയെന്ന ദൈവം പറയണേ? മരിച്ചുപോയി. ദൈവത്തിന്റെ മകൻ മരിച്ചുപോയി. ഹല്ലേലൂയ. അപ്പോ ആ ദൈവത്തിന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പൊ എന്ത് സംഭവിച്ചു? വീണ്ടും ജീവിച്ചു. ഇതാണ് വീണ്ടും ജനനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ആ വീണ്ടും ജീവിച്ചു ക്രിസ്തു, ആ ക്രിസ്തുവിലാണ് അത് വീണ്ടും ജീവിക്കുന്നത്. വീണ്ടും ജനനം ക്രിസ്തുവിലാണ്. ഇതാണ് നിക്കോദിമോസിനോട് യേശു ക്രിസ്തു പറയാനായിട്ട് അടിയായത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല. അപ്പോൾ വീണ്ടും ജനനം നടക്കുന്നതിലൂടെ ഈ ആദത്തിന്റെ ഉള്ളിൽ ആര് വീണ്ടും ജനിച്ചു? മരിച്ചുപോയ ദൈവപുത്രൻ വീണ്ടും ജനിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അനിയൻ വീണ്ടും ജനിച്ചു. ദൈവ സാന്നിധ്യം തിരികെ വന്നു. ദൈവ സാന്നിധ്യം തിരികെ വന്നെങ്കിലും ഇതാരറിയുന്നില്ല. വീണ്ടും ജനിച്ച നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ പെന്തക്കോസ്തിൽ ചേരുകയല്ലേ ചെയ്തേ? മനസ്സിലായോ? അല്ലെങ്കിൽ CSI ചേരുവല്ലേ ചെയ്തേ? അല്ലെങ്കിൽ മാർത്തോമേ ചേരുവല്ലേ ചെയ്തേ? അല്ലേ? ഏതെങ്കിലും ക്രിസ്തീയ ഗ്രൂപ്പിൽ ചേരുവല്ലേ ചെയ്തേ? നമ്മളുടെ മെന്റാലിറ്റി ആ ലെവലിലായി പോയി. യഥാർത്ഥത്തിൽ നമ്മൾ ആരോടാ ചേർന്നെന്നറിയാമോ? ദൈവവചനം പറയുന്നു, ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായിട്ട് ഒന്നായേ. നമ്മളതിനെ ലിമിറ്റ് ചെയ്ത് ചേട്ടായിയുടെ ഏതോ ഒരു ഡിനോമിനേഷന്റെ പേരങ്ങിട്ട് അവസാനിപ്പിച്ചു. ജഡികമായി കണ്ടു. ഹല്ലേലൂയ. ജഡികമായി കണ്ടു. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവോടാണ് ചേർന്നത്.
യഥാർത്ഥത്തിൽ ഇത് നമ്മൾ അറിയാത്തിടത്തോളം കാലം ഇത് നമ്മളിൽ വർക്ക് ചെയ്യില്ല. കാരണം സത്യം നിങ്ങൾ അറിയുമ്പോഴാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. ഹല്ലേലൂയ. എത്രത്തോളം ഈ അറിവ് നിങ്ങൾ വരുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോ ഇത് മനസ്സിലാക്കണം. സത്യം അറിയണേ. എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പോരാ. സത്യം അറിയണതിന് പകരം സത്യം എന്ന പേരിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇരട്ട ഇരുട്ടായി, കൂരിരുട്ടായി. സത്യം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. സത്യം എന്ന പേരിൽ വേറെ എന്തെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമായി, നമ്മൾ തെറ്റിലേക്ക് പോകും. അപ്പോ ഈ ആദത്തിൽ നിന്ന്, ഈ ആദം ജഡമനുഷ്യനാണ്, ചേട്ടനാണ്. ഈ ക്രിസ്തു എന്ന് പറയുന്നത് ഒടുക്കത്തെ ആദമാണ്, അല്ലെങ്കിൽ രണ്ടാം ആദമാണ്. ഹല്ലേലൂയ. ഇനി ഈ രണ്ട് സ്റ്റെപ്പുകളും രണ്ട് തലമുറകളും നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട്. ഈ രണ്ട് തലമുറകൾ, അതായത് ആദവും തമ്മിൽ വളരുന്നുണ്ട്, ക്രിസ്തുവും തമ്മിൽ വളരുന്നുണ്ട്. ആദത്തിലുള്ളത് ഭൗതിക ജഡിക മനുഷ്യനാണ്. ആദത്തിലുള്ള ഈ ഭൗതിക ജഡിക മനുഷ്യൻ വളർന്ന് 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 അവൻ മരിച്ചു പോകും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ക്രിസ്തുവിലുള്ളവൻ അവൻ വളർന്ന് 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 ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് സ്വർഗീയ പിതാവുമായി ഒന്നായി മാറും, ദൈവ കുടുംബമായി മാറും. അപ്പൊ ഈ രണ്ട് വളർച്ചയും നമ്മളിലുണ്ട്. അതായത് അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഈ പുറമേയുള്ളവൻ, ഇവനാണ് ചേട്ടായി, ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ദൈവമക്കൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. അല്ലാണ്ട് പുറമേയുള്ളവൻ തളരുമ്പോൾ ക്ഷീണിക്കുകൊണ്ട തളരേണ്ട ആവശ്യമില്ല. അകമയുള്ളവൻ വളർന്നാൽ മതി. കാരണം പുറമേയുള്ളവൻ എത്ര വളർന്നാലും എത്ര സമ്പന്നനായാലും അവൻ ഒരു നിമിഷം കൊണ്ട് വട്ടപൂജ്യമാവും. എന്നാൽ അകമയുള്ളവൻ നിത്യമായി ജീവിക്കേണ്ടവനാണ്. അവനാണ് ദൈവത്തിൻ വംശം, ക്രിസ്തുവിൻ തലമുറ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. പുറമേയുള്ളവൻ മനുഷ്യന്റെ ആദത്തിന്റെ തലമുറയാണ്, അകമയുള്ളവൻ ക്രിസ്തുവിന്റെ തലമുറയാണ്. ഇതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:22 പറയുന്നത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കേട്ടോ, രണ്ട് രംഗം കണ്ടോ? ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അപ്പൊ ഇത് അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നമ്മൾ പോകരുത്. നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരാണ്. ആദത്തിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മൾ എല്ലാവരും ഇന്ന് ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും വസിക്കുന്നത് എവിടെയാണ്? അല്ല, നമ്മൾ വസിക്കുന്നത് ആദത്തിലാണ്. കണ്ടോ, ഇവിടെ ഒരാളെ കാണുന്നു, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോ? ഒരാൾ ഓടുന്നത് പോലെ കാണുന്നുണ്ടോ? ഈ ഓടുന്നത് പോലെ ഉള്ള ആളാണ് നമ്മുടെ ദേഹി. ഇതിലാണ് നമ്മുടെ അക്കൗണ്ട് കിടക്കണേ. മനസ്സിലായോ? മനുഷ്യന്റെ അക്കൗണ്ട് കിടക്കുന്ന മനുഷ്യന്റെ ദേഹിയില. ഈ ദേഹി ഈ ഒന്നാം ആദത്തോടു കൂടെയാണ് നിൽക്കണതെങ്കിൽ 100% നരകത്തിൽ പോകും. ഹല്ലേലൂയ. എന്നാൽ ഈ ദേഹി ഈ ഒന്നാം ആദത്തെ വിട്ടിട്ട് ഈ ദേഹിയുടെ ഹൃദയം ഈ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിലേക്ക് മാറുന്നുവെങ്കിൽ നിങ്ങൾ 100% സ്വർഗരാജ്യം അവകാശമാക്കും. ദൈവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഇന്ന് യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ദേഹിക്ക് ഒറ്റ സപ്പോർട്ടേ ഉള്ളൂ. ആ സപ്പോർട്ടാണ് ആദം. ഹല്ലേലൂയ. ആ ആദത്ത് നിൽക്കുക. അപ്പൊ ഈ ആദത്തിൽ നിൽക്കുമ്പോ നമ്മൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നമ്മൾ എന്തിനു വേണ്ടി അത് സ്വീകരിച്ചേ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാൻ അധികാരം കിട്ടി. അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടം എന്താ? നമ്മൾ ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ പുത്രന്മാരായി വെളിപ്പെടണോ? ദൈവം എന്താ ചെയ്യണേന്ന് ചോദിച്ചപ്പോ എബ്രായർ 2:10 എന്നാ പറഞ്ഞേ? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാ. തനിക്ക് ഒരേ ഒരു പുത്രനേ ഉള്ളൂ. ആ പുത്രനാണ് ക്രിസ്തു, തന്റെ ഏകജാതൻ. ആ ഏകജാതനായ ക്രിസ്തുവിലൂടെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവപുത്രൻ ഈ ആദത്തിന്റെ ഉള്ളില്, ഈ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദത്തിന്റെ ഉള്ളില് സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തുവിനാൽ തന്റെ വംശത്തെ ഒരുക്കി. മനസ്സിലായോ? തന്റെ വംശത്തെ ഒരുക്കി. ഇതൊരു മർമ്മമാണ്. ഇത് നമ്മൾ അറിയണം. ഇതാണ് കൊളോസ്യർ 1:27 പറയണത്. അതിലാണ് നിന്റെ മഹത്വം ഇരിക്കണേ. അതിലാണ് നിന്റെ മഹത്വം ഇരിക്കണേ.
അതിലാണ് നിന്റെ ഭാവി ഇരിക്കണേ. ഈ ആദത്തിന്റെ ഉള്ളിൽ, ഈ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആദത്തിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവിൽ നിന്റെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന മഹത്വം ഒളിച്ചിരിക്കുന്നുണ്ട്. അതാണ്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ആ വചനം? ഓർക്കുന്നുണ്ടോ? വായിക്കണ്ട. ഓർക്കുന്നുണ്ടോ? നിന്റെ ഭാവിയിൽ കിട്ടാൻ പോകുന്ന മഹത്വം ഉണ്ടല്ലോ, അതിന്റെ പ്രത്യാശ കിട്ടിയിട്ടില്ല. പ്രത്യാശ, അതായത് 30-ാം തീയതി കിട്ടാൻ പോകുന്ന സാലറിയുടെ പ്രത്യാശയായ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇന്നെന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് വേണം ജോലിക്ക് കയറാൻ. ജോലിക്ക് കയറിയിട്ട് വേണം 30-ാം തീയതി ശമ്പളം മേടിക്കാൻ. ഭാവി നിനക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അനുജൻ, പുതിയ തലമുറ നിന്റെ ഉള്ളിലുണ്ട്. വായിക്കേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. കണ്ടോ? അപ്പൊ ചേട്ടായിയുടെ ഉള്ളിൽ ആരുണ്ട്? അനുജനുണ്ട്. ആ അനുജനിലാണ് മഹത്വം. ചേട്ടായി ദ്രവിച്ചു പോകും. ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു, അകമയുള്ളവൻ നാൾക്കുനാൾ ശക്തി പ്രാപിക്കുന്നു, പുതുക്കം പ്രാപിക്കുന്നു. ഇത് വ്യക്തതയോടെ അറിയണം. അല്ലാണ്ട് ഞാനോ നിങ്ങളെ കത്തോലിക്ക സഭയിലോ പെന്തക്കോസ്ത് സഭയിലോ മാർത്തോമ സഭയിലോ യാക്കോബ സഭയിലോ കയറി എന്നുള്ളതിൽ അവസാനിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ദൈവപുത്രന്മാരായിട്ടാണ് വിളിച്ചേക്കണേ. ആ ഒരു ബോധം ഉള്ളില് വേണം. മനസ്സിലായോ? ഇത് വ്യക്തതയോടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ മൂവ്മെന്റ്. അപ്പോൾ ഈ ചേട്ടായിയുടെ ഉള്ളില് അനിയനും കൂടെ ഉണ്ട്. രണ്ടും കൂടി ഒരു യൂണിറ്റിലായി. അപ്പൊ നേരത്തെ അനിയൻ മരിച്ചുപോയതായിരുന്നു. പക്ഷെ ഇപ്പൊ അനിയൻ വീണ്ടും ജീവിച്ചു. യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയിലൂടെ ജീവിച്ചു. അപ്പൊ ഈ സോൾ ഓടുന്നത് കണ്ടോ? നമ്മുടെ സോള് ഇത് കണ്ടോ? ഇവിടുന്ന് ഈ ആദത്തിൽ നിന്ന് ഓടി ഓടി ക്രിസ്തുവിലേക്ക് ഓടി കയറുകയാണ്. കണ്ടോ? ഇതാണ് ഫിലിപ്പിയർ 3:14 പറയുന്നത്. ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളത് വെച്ചാൽ ആദത്തിലുള്ളത് മറന്നിട്ട് മുൻപിലുള്ളത്, അതാണ് ക്രിസ്തുവിലുള്ളത്, അതിന് ലക്ഷ്യമാക്കി ലാക്കിലേക്ക് ഓടുന്നു. ഇനി മനസ്സിലാക്കണം, ഇവർ രണ്ട് രാജ്യക്കാരാണ്. ആദം ലോകരാജ്യത്തിലാണ്, സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. ക്രിസ്തു ദൈവരാജ്യത്തിലാണ്, അത് ദൈവത്തിന്റെ കീഴിൽ കിടക്കുന്നു. എപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറുമ്പോൾ നമ്മൾ രാജ്യം മാറുകയാണ്. ആത്മലോകത്ത് രാജ്യം മാറുക. ഇതുവരെ രാജ്യം മാറിയിട്ടുണ്ടോ? രാജ്യം മാറാത്തത് കൊണ്ടാണ് ഈ ദാരിദ്ര്യവും കരച്ചിലും വിളിയൊക്കെ ആയിട്ട് നടക്കണേ. ഹല്ലേലൂയ. ഒന്ന് രാജ്യം മാറി നോക്ക്. ഈ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇവിടെ നമുക്കുള്ളതെല്ലാം പോയി. ഇവിടെ നമ്മൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നെറ്റി കൊണ്ട് ഇക്ഷ വരയ്ക്കണം. മനസ്സിലായോ? നിന്റെ നെറ്റിയിലെ വേർപ്പുകൊണ്ട് കഴിച്ചോളാനാ പറഞ്ഞേ. കാരണം ഈ ആദത്തിൽ നീ പിശാചിന്റെ കീഴിലാണ്, ക്രിസ്തുവിൽ നീ നിന്റെ അപ്പന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അപ്പന്റെ നേച്ചർ അറിയാമോ? ഇവിടെയുള്ള പല അപ്പന്മാരും ഉണ്ടല്ലോ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കാല് പിടിച്ചു, പാപ്പാ വല്ലവും തരണേ, തരാതെ ഞാൻ വിടത്തില്ലപ്പാ, ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ എന്ന് പറയുമ്പോഴാണോ തരുന്നേ? നിങ്ങൾ കൊടുക്കുന്ന മക്കൾക്ക് അല്ലല്ലോ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നത് എത്രയധികം നന്മ, എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ അത്യന്തം പരമായി തരാൻ അപ്പൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം, നീ രാജ്യം മാറി അപ്പൻ്റെ അടുക്ക വാ. ഹല്ലേലൂയ. പിൻപിലുള്ളതിനെ മറക്ക്. അയ്യോ ബ്രദറെ, ഞാൻ പിൻപിലുള്ളതെല്ലാം മറന്നു. അപ്പൊ എന്തൊക്കെ പോയി നിനക്ക്? പിൻപിലുള്ളത് മറന്നാൽ ലോകത്തിലെ കുറെ പോകും. അതാണ് അതിന്റെ തെളിവ്. ഇതുകൊണ്ട് ഈ പുസ്തകം കണ്ടോ? ഈ പിൻപിലുള്ളതിനെ മറക്കാൻ കർത്താവിനെ പഠിപ്പിച്ചപ്പോ ഈ പുസ്തകം നോക്കിയാൽ മതി. ഏതൊരു ചെറുപ്പക്കാരന്റെ സ്വപ്നമാണ് ദുബായ് ടൗണിൽ കരാമ സിറ്റിയിൽ ഒരു സ്ഥാപനം. രാപകൽ അധ്വാനിച്ചു പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഫ്രാൻസിസ് പേർക്ക് ഉള്ള സമയമാണെന്ന് എനിക്ക് അറിയത്തില്ല. ആ സമയത്ത് ദുബായിൽ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അകം കൊണ്ട് കരഞ്ഞ്, കാള കരയണ പോലെ ഉള്ളം കൊണ്ട് കരഞ്ഞ് അത് വിട്ടുകൊടുക്കും. കാരണം പിൻപിലുള്ളത് മറക്കുന്നതിന്റെ ഭാഗമോ. പിൻപിലുള്ളത് മറക്കുമ്പോൾ പലതും വിട്ടുകൊടുക്കണം, പലതും വിട്ടുകളയണം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് അബ്രഹാമത്തിന്റെ ഒക്കെ ജീവിതം. അബ്രഹാമത്തോട് പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ നിനക്കുള്ളതിനെ വിട്ട് ഞാൻ പറയുന്നിടത്തേക്ക് യാത്രയാകുക. ഹല്ലേലൂയ.
അപ്പോൾ വിട്ടുകളയാതെ പിൻപിലുള്ളതിനെ വിടുമ്പോൾ പലതും നഷ്ടമാകും. പക്ഷേ നഷ്ടമാകുന്നതൊക്കെ ദ്രവിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എന്നാൽ നിനക്ക് മുൻപിലുള്ളതിലേക്ക് കയറുമ്പോൾ ക്രിസ്തുവിൽ നിനക്ക് കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ, ദ്രവത്വമില്ലാത്തതാ. ഹല്ലേലൂയ. നീ കളഞ്ഞത് കാണുന്നതാ, നിനക്ക് കിട്ടിയത് കാണാത്തതാ. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. പിൻപിലുള്ളത് താൽക്കാലികമാണ്, മുൻപിലുള്ളത് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അവിടെയുള്ളതെല്ലാം നിത്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? വാഗൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് കർത്താവ് നോക്കുന്നത്. അബ്രഹാത്തെ ദൈവം വാഗൊണ്ടല്ല പരീക്ഷിച്ചത്, പ്രവൃത്തി കൊണ്ടാ. നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കേ. അബ്രഹാം പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെ. അബ്രഹാം പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി അവളോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ. നോ, പ്രാർത്ഥിക്കണ്ട, അവളോട് ചോദിക്കണ്ട. പകരം ഇത് എന്നോട് ഇത് പറഞ്ഞത് എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിച്ച എനിക്ക് ജഡരക്തങ്ങളുടെ ആലോചന ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പൗലോസ് പറയാ, തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ദൈവം എന്നെ അറിയിക്കാൻ ഇടയായപ്പോ ഞാൻ ജഡരക്തങ്ങളോട് അന്വേഷിക്കാൻ പോയില്ലത്. ഹല്ലേലൂയ. നിന്റെ ഭാവി, ദൈവത്തോടുള്ള ഭാവി ഞാൻ എൻ്റെ സീനിയേഴ്സിനോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ പപ്പയോടൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഭാര്യയോടൊന്ന് ചോദിക്കേണ്ട. വേണ്ട, ദൈവമാണ് നിന്നോട് സംസാരിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഒരാളോട് ചോദിക്കേണ്ട, ആ ദൈവത്തിന്റെ പിന്നാലെ പോ. ആരെ പോലെ? അബ്രഹത്തെ പോലെ. ആരെ പോലെ? ആ ക്രിസ്തുവോട് പറഞ്ഞ ക്രിസ്തു ഒരുവനോട് ചോദിക്കാൻ പോയില്ല. ക്രിസ്തു ഒറ്റ കാര്യം ജീവിതത്തിൽ പറഞ്ഞോളൂ, ഒരു പ്രാവശ്യം മാത്രം, അപ്പാ കഴിയുമെങ്കിൽ ഇന്ന് ഒഴിവാക്കി തരണേ. അപ്പം പറഞ്ഞു, പറ്റില്ല, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഓട്ടം പിൻപിലുള്ളതിനെ മറന്ന് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെയും എല്ലാവരുടെയും സോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ പോലും ഈ ആദത്തിലാണ്. ഈ പിൻപിലുള്ളതിനെ മറക്കണം. ഇനി അനുദിനം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി. എന്താണ് മുൻപിൽ? എന്താണ്? എന്താണ് മുമ്പിൽ? എന്താണ് സുവിശേഷം? യേശു പ്രസംഗിച്ച സുവിശേഷം എന്താ? എൻ്റെ മക്കളെ, ദൈവരായ സുവിശേഷം നിങ്ങൾ പറഞ്ഞവർക്കായി സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? ഒരു വചനം വായിക്കുക, നിങ്ങൾ മറക്കരുത്. 1 തെസ്സലോനിയ 5:9-10. സുവിശേഷം എന്നാണ് ആദ്യം മനസ്സിലാക്കി. സുവിശേഷം എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രൻ തിരികെ വന്ന് അപ്പനോടുകൂടെ താമസിച്ചില്ലേ, ആ അപ്പനോടുകൂടിയുള്ള ജീവിതമാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ഇന്ന് ലോകത്തിൽ സുവിശേഷകർ പ്രസംഗിക്കാത്ത കാര്യം. ഇത് പ്രസംഗിക്കണം. അപ്പനോടുകൂടിയുള്ള ജീവിതമാണ് ആ സുവിശേഷം. അപ്പം പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പോൾ ജീവിച്ചു. എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, അവനെ ഇപ്പൊ കണ്ടുകെട്ടിയിരിക്കുന്നു. തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് നമുക്ക് സന്തോഷിക്കാം. അതാണ് സുവിശേഷം. നമുക്ക് അപ്പനോട് കൂടെയുള്ള മക്കളുടെ സന്തോഷമാണ്, അപ്പനോട് കൂടിയുള്ള ജീവിതമാണ് സുവിശേഷം. ഇതാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതായത് അപ്പനോടുകൂടെ ജീവിക്കാൻ നിനക്ക് വീണ്ടും ഒരു അവസരം കിട്ടുകയാണ്. അതുകൊണ്ട് നീ ഇനി ആദം ചെയ്തതുപോലെ സ്വകേന്ദ്രീകൃത ജീവിതത്തിൽ പോകാതെ ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മനസ്സിന് അന്തരം വരുത്തുക, മാനസാന്തരപ്പെടുക. അങ്ങനെ നിനക്ക് അപ്പനോടുകൂടെ ജീവിക്കാൻ കഴിയും. ഇതാണ് യേശു 3.5 വർഷം പ്രസംഗിച്ചത്, ദൈവത്തോടുള്ള മാനസാന്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പനും മോനുമായിട്ട് വഴക്കിട്ടിറങ്ങിയതാ. അപ്പന് പ്രശ്നം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പാപമുള്ള വ്യക്തികളോട് അപ്പൻ ജീവിക്കത്തില്ല. ആദത്തിന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോഴാണ് ഇറക്കി വിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. ഒരിക്കലും ആരും മറക്കാത്തൊരു വേദവാക്യമാണ് ഈ വായിക്കുന്നത്. 1 തെസ്സലോനിയൻസ് 5:9-10. അണ്ടർലൈൻ ചെയ്തോളണം നിങ്ങൾ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്, ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചത്. ഇതില് രണ്ടും ഉണ്ട് ഈ വചനത്തില്. നമ്മളിൽ പലരും പോയി പ്രസംഗിക്കുന്ന രക്ഷയുടെ സുവിശേഷമുണ്ട്,
എന്ത് രക്ഷയുടെ സുവിശേഷത്തിന്റെ ഉദ്ദേശമായ യേശു 3.5 വർഷം പ്രസംഗിച്ച ആ ദൈവരാജ്യ സുവിശേഷമുണ്ട്. അവിടെ പറയാണ്, എന്തിനാണ് നമ്മളെ വിളിച്ചേക്കണേ? നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. എന്തിനാ എന്നെ വിളിച്ചേക്കണേ? മനസ്സിലായോ? ഇതാണ് സുവിശേഷം. ആ ധൂർത്തപുത്രൻ മടങ്ങി വന്ന അപ്പനോടുള്ള ജീവിച്ചില്ലേ? ദൈവത്തോട് കൂടെ സുവിശേഷിച്ച നല്ല വിശേഷം ഇല്ലേ? ഈ ചിലർക്ക് അപ്പനോട് കൂടെ ജീവിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വിശേഷമൊന്നും അല്ല. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം. ചിലര് പറയാറില്ലേ, എടാ അപ്പം വരുന്നുണ്ട്, ഞാൻ കണ്ടു ജംഗ്ഷനിൽ വെച്ച് വരുന്നുണ്ടോ. ചില മക്കൾ പേടിക്കും. എന്താ കാര്യം? എന്തോ കുഴപ്പമൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടിരിക്കുക. പക്ഷേ അപ്പനെ കാത്തിരിക്കുന്ന മക്കളാണെങ്കിലോ അവര് തുള്ളിച്ചാട്ടമുണ്ട്. അപ്പം വരുമ്പോ എനിക്ക് എന്താ കൊണ്ടുവരും. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ അമ്മയുടെ അപ്പൻ, അമ്മയും മരിച്ചു, അപ്പനൊക്കെ മരിച്ചു, അപ്പച്ചൻ. ഞങ്ങൾ കൊച്ചു കുട്ടികളാ, 4, 5, 6 വയസ്സുള്ള കുട്ടികളാ. അപ്പൊ അപ്പൻ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ, അപ്പം വല്ലപ്പോഴൊക്കെ വീട്ടിലേക്ക് വരിക, ബിസിനസ്സുകാരനാ. അങ്ങനെ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്പൻ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്ന് നമ്മളുടെ ഈ നാരങ്ങ മിഠായി ഇല്ലേ, 5 പൈസക്ക് 5 എണ്ണം കിട്ടണേ, അത് മേടിച്ചിട്ട് ഒരു കടലാസ് പൊതിയിൽ ചുരുട്ടിയായിരിക്കും കൊണ്ടുവരിക. അപ്പനിത് വന്നു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഈ കാക്ക കൂടുന്നത് പോലെ പിള്ളേര് അപ്പന്റെ ചുറ്റും കൂടും. അപ്പൻ 2 കൈ ഇങ്ങനെ തുറന്നിട്ട് അത് തുറന്ന് ഓരോ നരങ്ങ മിഠായി എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഈ അപ്പം വരുന്നത് കേട്ടാൽ. പക്ഷേ നമ്മളിൽ പലർക്ക് അപ്പം വരുന്നത് കേൾക്കുമ്പോൾ ഒരു പേടി പോലെ. ദൈവത്തിന്റെ വചനം പറയാണ്, യേശുവിന്റെ സന്ദേശം മുഴുവൻ എന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാ നിന്റെ പപ്പ വരുന്നു എന്ന സന്ദേശമാണ്. എന്തിന്? നിന്നോടുകൂടെ പാർക്കാൻ. ബൈബിൾ എങ്ങനെ അവസാനിക്കുന്നത്? ഇതാ പുതിയ യെരൂശലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങി മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇതാണ് സുവിശേഷീകരണത്തിന്റെ നിവർത്തീകരണം. ഇത് 1000 വർഷം കഴിഞ്ഞു വരുന്നൊരു സംഭവമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാണ് യേശു പ്രസംഗിച്ച് ഈ അപ്പനോടുകൂടെ താമസിക്കണം. അന്നപ്പൻ നമ്മുടെ കണ്ണുനീരൊക്കെ ഒപ്പു എന്ന് എഴുതി വെച്ചിരിക്കുക അവിടെ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. അപ്പനോട് കൂടിയുള്ള ജീവിതമാണ് സുവിശേഷം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. പക്ഷെ ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞിട്ടൊരു കുളത്തിട്ടിരിക്കുക. കാരണം ജീവിക്കണമെങ്കിൽ പാപം വിട്ടൊഴിയണം. എന്നിട്ട് എഴുതിയിരിക്കുക അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ രക്ഷയുടെ സുവിശേഷം. യേശു ക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ അത്രേ നിയമിച്ചത്. മനസ്സിലായോ? അപ്പൊ രക്ഷ പ്രാപിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിക്കാനല്ല, തുടർന്ന് പിതാവോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാ. മനസ്സിലായോ? ആ ജീവിതം ക്രിസ്തുവിലേ ഉള്ളൂ. ക്രിസ്തു ആദത്തിൽ പിതാവോടുകൂടെ ജീവിക്കാൻ പറ്റില്ല. ആദത്തിൽ പിതാവിനോടുകൂടെ ജീവിക്കുന്നത് പിതാവ് ഇറക്കി വിട്ടതാ, ചേട്ടായിൽ ഇറക്കി വിട്ടതാ. ക്രിസ്തുവിൽ നമുക്ക് മടങ്ങിച്ചെല്ലാം. ആദം നമുക്ക് ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴി, ക്രിസ്തു ലോകത്തിൽ ദൈവരാജ്യത്തിലേക്ക് വീഴുന്ന അകത്തേക്കുള്ള വഴി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൽ നമ്മൾ വീണ്ടും അകത്ത് കയറുകയാ. ഇതാ ക്രിസ്തു പറഞ്ഞേ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ നിങ്ങൾക്ക് അകത്ത് വരാം, പുറത്തും പോകാം. ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 10:9, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അകത്ത് വരാം, പുറത്തും പോകാം. ഇനി ഇന്ന് നമ്മുടെ ഫ്രീഡം എന്നാണെന്നറിയാമോ? ദൈവരാജ്യത്തിലും ജീവിക്കാം, ലോകത്തിലും ജീവിക്കാം, ഭൂമിയിലും ജീവിക്കാം. ഹല്ലേലൂയ. കാരണം ആദത്തിന്റെ ശരീരം ഉള്ളത് കൊണ്ട് ഭൂമിയിൽ ജീവിക്കാം, ക്രിസ്തുവിന്റെ സ്പിരിച്വൽ ബോഡി ഉള്ളതുകൊണ്ട് ദൈവരാജ്യത്തിൽ ജീവിക്കാം. പക്ഷെ നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ അറിയൂടാ. നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. വായിച്ചേ, അകത്തും വരാം പുറത്തും വരാം. വായിക്കേ, ഞാൻ വാതിലാകുന്നു. യേശു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും. അവൻ അകത്ത് വരും പുറത്തു വരും. അല്ലേ? അകത്ത് വരും പുറത്തു പോകും, അകത്ത് വരും പുറത്തു പോകും. നമ്മൾ ഈ വാതിലുണ്ട്, ഈ വാതിലുണ്ടല്ലേ, ഈ ഹോളിന്റെ ഇതിലൂടെ അല്ലേ നമ്മൾ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ? ഇവിടെ നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നു. ഏത് ശരീരം? ആദത്തിനുള്ള ശരീരം ആദത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നു. അകത്ത് വന്നിട്ട് ക്രിസ്തുവിന്റെ ഭക്ഷണം കഴിക്കുന്നു. അല്ലേ? ശരിയല്ലേ? 2 സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുക അല്ലേ? ആദത്തിനുള്ളത് കഴിക്കാൻ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങി പോകുന്നു, ക്രിസ്തുവിനുള്ളത് കഴിക്കാൻ അകത്തേക്ക് കയറി വരുന്നു.
അങ്ങനെ ചിന്ത എല്ലാവർക്കും ഉണ്ടായാക്കറിയാം. ശ്രദ്ധിച്ചേ, അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇതുപോലെ യേശു പറയാണ്, ഞാനാണ് ഇവിടുത്തെ വാതില്, എന്നിലൂടെ നിങ്ങൾക്ക് അകത്ത് വരാം, പുറത്തും പോകാം. അകമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, പുറമെന്ന് പറഞ്ഞാൽ ലോകം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, 1-ാം ദിവസം മുതൽ നിങ്ങളോട് പറയാ, നിങ്ങൾ ഇങ്ങനെ കൈ നീട്ടി നടക്കേണ്ട ഒരാവശ്യവും ഇല്ല. സമൃദ്ധമായ മേച്ചിലുണ്ട് അകത്ത് വരാത്തതുകൊണ്ട് ഈ മൊത്തം പ്രശ്നം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാ, അകത്ത് വന്നാൽ നിങ്ങൾ ധാരാളം മേച്ചിൽ കണ്ടെത്തും. വായിക്കേ, മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അപ്പൊ ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്ത് വരാം. അകത്തെന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വചനത്തിന് പഞ്ഞമില്ല. നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ ഒരു കാര്യങ്ങൾക്കും പഞ്ഞമില്ലാതെ സമൃദ്ധമായി അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തും. അപ്പൊ മേച്ചിൽ എവിടെ ഇരിക്കണേ? എവിടെ ആരത്തിന്റെ മക്കൾക്ക് മേച്ചിലിരിക്കണേ? അകത്ത് വന്നാൽ മേച്ചിൽ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ കാര്യം പറയട്ടെ. ദൈവം ഒരു നമ്മള് മനുഷ്യനെ സൃഷ്ടിച്ച എത്രാമത്തെ ദിവസം? മനുഷ്യനെ സൃഷ്ടിച്ച എത്രാമത്തെ ദിവസം? 6-ാം ദിവസം. അപ്പൊ ബാക്കി 5 ദിവസം ദൈവം എന്ത് ചെയ്യായിരുന്നു? മനുഷ്യന് വേണ്ടതൊക്കെ ഉണ്ടാക്കുമായിരുന്നില്ലേ? ഇല്ലേ? പക്ഷേ മനുഷ്യൻ അവിടെ നിന്ന് എവിടെ പോയി? മനുഷ്യൻ അത് അനുഭവിക്കാൻ അവിടെ ഉണ്ടോ? മനുഷ്യൻ പുറത്തു പോയില്ലേ? പക്ഷെ ദൈവം ഉണ്ടാക്കിയതൊക്കെ അവിടെയുണ്ട്. ദൈവം ഉണ്ടാക്കിയതൊക്കെ അകത്തുണ്ട്. മനുഷ്യൻ അവിടെ പോയി, പുറത്തു പോയി, പിശാചിന്റെ മേഖലയിൽ പോയി. ഇന്ന് ക്രിസ്തയേശുവിലൂടെ നമുക്ക് എവിടെ കയറാൻ തിരിച്ചേ? എന്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ നിങ്ങൾക്ക്? ഇന്ന് ക്രിസ്തയേശുവിലൂടെ നമുക്ക് അകത്തേക്ക് കേറാം. ഇതാ കർത്താവ് പറഞ്ഞ, അവൻ മേച്ചിൽ കണ്ടെത്തും. ഹല്ലേലൂയ. അവന് സമൃദ്ധമായ മേച്ചിലുണ്ട്. ഇത് മനസ്സിലാക്കുക. യേശു ക്രിസ്തു എന്ന വാതിലിലൂടെ നമുക്ക് അകത്തു വരാം. ആദത്തിന്റെ ശരീരം ഉള്ളത് കൊണ്ട് പുറത്തും വരാം. ഒരു സമയത്ത് നമുക്ക് 2 പൗരത്വമുള്ള, ഒന്ന് സ്വർഗരാജ്യത്തിലും മറ്റത് ഈ ഭൂമിയിലും. മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചത് കൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പൗരത്വമില്ലേ? റേഷൻ കാർഡ് ഇല്ലാത്തവർ കൈവക്കിയേ. അപ്പൊ എല്ലാവർക്കും പൗരത്വം ഉണ്ടല്ലോ, ഇല്ലേ? ഇനി നമ്മൾ യേശു കർത്താവിന് രക്ഷകനും കർത്താവായി സ്വീകരിച്ചപ്പോ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ അകത്തും പൗരത്വം, പുറത്തും പൗരത്വം, ഇരട്ട പൗരത്വം. ഒന്ന് ദ്രവിക്കുന്ന പൗരത്വം, മറ്റേ ദ്രവത്വമില്ലാത്ത പൗരത്വം. പിടുത്തം കിട്ടിയ? അപ്പോ ഇങ്ങനെ ജീവിക്കാൻ പഠിക്കണം. അകത്ത് ജീവിച്ച് പുറത്ത് വെളിപ്പെടണം. അതാണ് ദൈവമക്കൾ. അകത്ത് ജീവിച്ച് പുറത്ത് വെളിപ്പെടണം. അതാണ് ദൈവമക്കൾ. അതാണ് നിങ്ങൾ പഠിക്കാൻ പോണേ. ദൈവമക്കളുടെ പ്രവർത്തന ശൈലിയാ. പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ. നമുക്ക് ആദത്തിന്റെ പ്രവർത്തന ശൈലി അറിയുള്ളൂ. അതെങ്ങനെയാണ്? കാഴ്ചയാ ജീവിക്കുക. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാനത് എടുത്തു. പുറത്തുനിന്ന് അകത്തേക്ക് ആ ദൈവമക്കളുടെ പ്രവർത്തന ശൈലിയല്ല. ദൈവമക്കളുടെ പ്രവർത്തന ശൈലി അകത്തുനിന്ന് പുറത്തേക്ക്. അവരകത്ത് ചെല്ലും, ധാരാളം മേച്ചിൽ കണ്ടെത്തും, അത് എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് വരും, എല്ലാവർക്കും കൊടുക്കും. വീണ്ടും അകത്ത് പോകും, എടുത്തുകൊണ്ട് വരും, പുറത്തേക്ക് വന്ന് എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ കൊടുത്ത് ഈ പുസ്തകങ്ങളൊക്കെ ആയത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ പുസ്തകങ്ങളൊക്കെ, ഇനി അനേകം പുസ്തകങ്ങളുണ്ട്. പക്ഷെ അത് ഇറങ്ങാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇപ്പോഴും പുതിയ പുസ്തകങ്ങൾ പുറകെ വന്നുകൊണ്ടേ ഇരിക്കുക. അകത്ത് ചെല്ലുക, എടുത്തോണ്ട് വരിക, കൊടുക്കുക. അകത്ത് വരിക, എടുത്തോണ്ട് വരിക, കൊടുക്കുക. അപ്പൊ അകത്തുനിന്ന് പുറത്തേക്കാണ് ജീവിതം. അത് ആ ജീവിതത്തിന്റെ പേരെന്താണെന്നറിയാമോ? കോൺട്രിബ്യൂഷൻ. ഇല്ലേ? ആളുകളൊക്കെ വരാൻ അറിയാം, ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, ഒരു കോൺട്രിബ്യൂഷൻ തരുമോ? കോൺട്രിബ്യൂട്ട് ചെയ്യുക. പുറത്തുനിന്ന് എടുത്ത് അതായത് പുറത്ത് ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിൽ നിന്ന് എടുത്ത് ജീവിക്കുന്നതിന്റെ പേരെന്താണെന്നറിയാമോ? ഭൂമിയിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതിനാണ് കൺസ്യൂം ചെയ്യുക. കൺസ്യൂമിങ് ലൈഫ്. പുറത്തുള്ളത് മൊത്തം നിന്ന് മുടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ദൈവമക്കളുടെ ജീവിതം അങ്ങനെയല്ല. അകത്ത് കയറുക, സ്വർഗരാജ്യം എടുക്കുക, ഭൂമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അവിടെ ഒരു അനുഗ്രഹമായി തീരുകയാണ്. നിങ്ങൾ കൊടുക്കുന്നവരാണ്. നിങ്ങൾ വാങ്ങുന്നവരല്ല, നിങ്ങൾ കൊടുക്കുന്നവരായി തീരും. ഭൂമിയിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കും, വാങ്ങുന്നവരായിരിക്കും. സ്വർഗരാജ്യത്തിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും കൊടുക്കുന്നവരായിരിക്കും. യേശുക്രിസ്തു നോക്കിയ വന്നപ്പം മുതൽ ഈ ജനത്തിൽ സ്വർഗീയ പിതാവിന്റെ ചിന്തകൾ കൊടുത്തു, അല്ലേ? സ്വർഗീയ പിതാവ് ഒരുക്കിയിരിക്കുന്ന നന്മകൾ കൊടുത്തു. അവർക്ക് രോഗസൗഖ്യം കൊടുത്തു. അഞ്ചപ്പങ്ങൾ 5000 കൊടുത്തു. ഇതാ ജനത്തിന് പാപക്ഷമ കൊടുത്തു. അതോടൊപ്പം തന്നെ അവസാനം താൻ ആയിരിക്കുന്ന സമയത്ത് തന്റെ ഉടുപ്പ് വരെ ഇവരെല്ലാം കൂടി ഉലിഞ്ഞെടുത്തു. ഒന്നും പറഞ്ഞില്ല. അവസാന രക്തവും വരെ അവർക്ക് കൊടുത്തു. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മളെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചെടുത്തു, ശാപങ്ങളിൽ നിന്ന് വിടുവിച്ചെടുത്തു. അങ്ങനെ മൊത്തം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ആരത്തിന്റെ മക്കൾ ഇവിടെ ഇറങ്ങിയപ്പോ മുതൽ
താ 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 തന്നേ തീരൂ തന്നേ തീരൂ അല്ലേ? ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പിടിക്കുക, കൺസ്യൂം ചെയ്യുക. അതുകൊണ്ട് നമ്മളുടെ ചുറ്റുമുള്ള ഷോപ്പുകളുടെ പേരെന്താണ്? കൺസ്യൂമേഴ്സ് ഷോപ്പ്. മനസ്സിലായ? ആളുകൾ വരും, താ താ താ. അപ്പോ ഗവൺമെന്റ് പറയും ഇത്ര ഒന്നും തരത്തില്ല, ഇച്ചിരി തരത്തുള്ളൂ. എന്നിട്ട് കാർഡ് താ, റേഷൻ കാർഡ് ഇത്ര പതിച്ച് തരാം. മനസ്സിലായി? ഇത്ര തരത്തുള്ളൂ, അതിൽ കൂടുതൽ തരത്തില്ല. 1/2 ലിറ്റർ മണ്ണെണ്ണ 1 മാസം കാത്തിരിക്കണം. അപ്പോ അങ്ങനെ കുറേ അത് കൺസ്യൂം ചെയ്യുക. ലോകമക്കൾ കൺസ്യൂം ചെയ്യും, ആദത്തിന്റെ മക്കൾ കൺസ്യൂം ചെയ്യും, ക്രിസ്തുവിന്റെ മക്കൾ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകമക്കൾ പുറത്തുനിന്ന് അകത്തേക്ക് ജീവിക്കും, ദൈവമക്കൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജീവിക്കും. അവർ ദൈവമക്കൾ തങ്ങളിലൂടെ ദൈവത്തെ കാണിക്കും. ഇതാ ക്രിസ്തു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മനുഷ്യ മക്കൾ തങ്ങളിലൂടെ തങ്ങളെ തന്നെ കാണിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതാണ് നമ്മളുടെ ഫേസ്ബുക്ക്. എന്നാൽ യേശുവിന്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഗോഡ്സ് ബുക്കായിരുന്നു. യേശുവിനെ കാണുന്നവൻ സ്വർഗത്തിലെ ആത്മാവാകുന്ന ദൈവത്തെ കാണുന്നു. അപ്പോ ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. അപ്പൊ നമ്മൾ ഈ ഓട്ടം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിലേക്ക് ഓടിക്കേറുകയാണ്. പിടുത്തം കിട്ടിയോ? ഇതിലേക്ക് നമ്മൾ ക്രിസ്തുവിലേക്ക് നമ്മൾ എത്തി വളരുമ്പോഴാണ് ദൈവപുത്രൻ നമ്മിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മണവാളൻ മണവാട്ടി എന്ന തിരുവചനത്തിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാം. യേശു ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി. ഇന്ന് സഭയാകുന്ന മണവാട്ടി, ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നോട് ശ്രദ്ധിച്ച് കേൾക്കണേ, അവക്ക് നിൽക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം. ഒന്നില്ലെങ്കിൽ അവളുടെ ഭർത്താവ് വേണം, അല്ലെങ്കിൽ നിവൃത്തിയില്ല അങ്ങോട്ട് ഭർത്താവ് മരിച്ചതുകൊണ്ട് വീട്ടിലെ വേലക്കാരനോട് കൂടിയാണ് നിൽക്കണേ. തെറ്റിദ്ധരിക്കരുത്, ഉള്ള കാര്യമാണ് പറയണേ. അങ്ങനെ നിൽക്കുക. അവക്ക് പോലും അറിയത്തില്ല നമ്മുടെ ശരീരത്തിൽ 3 ഭാഗങ്ങളുണ്ട്: സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവാണ് ദൈവപുത്രൻ, ദേഹിയാണ് സ്റ്റിവാർഡ്, കാര്യസ്ഥൻ, ദേഹമാണ് സ്ലേവ്, അടിമ. ഹല്ലേലൂയ. വീട്ടിലെ വേലക്കാരൻ, ഇവനെ കൊണ്ട് പണി ചെയ്യിക്കണം. എന്നാൽ ഉൽപ്പത്തിയിൽ വെച്ച് പാപം ചെയ്തപ്പോ പുത്രൻ മരിച്ചുപോയി. ആത്മാവിൽ ദൈവം വിട്ടുമാറി, പുത്രൻ മരിച്ചു. അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ഇനി ദേഹിക്ക് നിലനിൽക്കാൻ ദേഹി ഇതാ ദാസനോടുകൂടെ കൂടി. അതാണ് ആദത്തിന്റെ ഉള്ളിൽ. എന്നാൽ ക്രിസ്തുവിൽ നാം വീണ്ടും ജനിച്ചപ്പോ ദാസനെ വിട്ടിട്ട് തൻ്റെ മണവാളനായ ക്രിസ്തുവോടുകൂടെ ചേരണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനിയും ചേരാതിരുന്നാൽ എന്തു പറ്റുമെന്നറിയാമോ? ചേരാതിരുന്നാൽ ഈ ഭർത്താവിനെ, ലോർഡ് ഐ ലവ് യു, ചേരാതിരുന്നാൽ സംഭവിക്കുന്നത് വേലക്കാരനോട് കൂടെ കൂടിയ ചിത്രം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, ഇവിടെ എവിടെയോ ഉണ്ട്. ശ്രദ്ധിക്കുക, വേലക്കാരനോട് കൂടെ കൂടി നിൽക്കുന്ന ആ ഭാര്യ കാൻസർ ചെയ്യുന്ന ജഡത്തെ അനുസരിച്ചുള്ള ജീവിതമാണ്. ജഡത്തെ അനുസരിച്ച്, അതായത് വേലക്കാരനെ അനുസരിച്ച് നീ ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം. പകരം നീ ആത്മാവിനെ, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിച്ചാൽ നീ നിത്യം ജീവിക്കും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു തലം നാം തിരിച്ചറിയണം, മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇനി ഞാൻ നിങ്ങളെ ആ ക്രിസ്തുവിലുള്ള ആ അനിയൻ വളർന്നു വർദ്ധിക്കുന്നതാണ് ദൈവ ഇഷ്ടം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരു വചനഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊരു വചനഭാഗമാണ് വായിക്കാൻ പോണേ. ഇതുമായുള്ള ബന്ധത്തിൽ ഇതിന്റെ സാഹചര്യം നിങ്ങളെ അറിയിക്കാം. ആ സാഹചര്യം ഇതാണ്. ഒരു ദൈവദാസൻ തൻ്റെ ദർശനത്തിൽ ക്രിസ്തുവുമായി സംസാരിക്കാനായിട്ട് ഇടയായപ്പോൾ, സ്വർഗത്തിലാണ് അപ്പോസ്തലൻ, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം ക്രിസ്തുവോട് ചോദിച്ചൊരു ചോദ്യം, ബൈബിളിൽ കുറേ ചോദ്യങ്ങളുടെ ഇടയിൽ ചോദിച്ചതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു. ക്രിസ്തു സന്തോഷമായി, ക്രിസ്തു ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു കൊടുത്തു, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണെന്ന് പറഞ്ഞു. ക്രിസ്തു നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം യെശയ്യാ 53 പറഞ്ഞു. ക്രിസ്തു നിർത്തിയില്ല, വീണ്ടും പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം
ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം യേശയ്യാ 53:10 പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. തിരുവത്താഴ് ശുശ്രൂഷകളിൽ ഓടിച്ചും തലങ്ങും വിലങ്ങും വായിച്ചിട്ടും ആളുകളുടെ അകത്ത് കയറാത്തൊരു സാധനം 53:10. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. അതെന്താണെന്നറിയാമോ? അവിടെയാണ് എഴുതിയിരിക്കുന്നത് ദൈവ ഇഷ്ടം എന്താണെന്ന്. ദൈവ ഇഷ്ടം എന്താണെന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാ, 53:10. അതായത് നേരത്തെ കേട്ടില്ലേ ഹെബ്രായർ 2:10 അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു എന്ന് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. അതിൻ്റെ ഡീറ്റെയിൽ ആണ് അവിടെ എഴുതിയേക്കണേ. ക്രിസ്തുവിലൂടെ ദൈവം തൻ്റെ വംശത്തെ അന്വേഷിക്കുന്നു എന്നാണ് എഴുതിയേക്കണേ. ഹിന്ദി ബൈബിൾ വായിക്കുന്നവർക്ക്, ഹിന്ദി അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുകയാണ് തബ് വഹ് അപ്പന വംശ് ദേഖന പായക. ദൈവം തൻ്റെ വംശത്തെ ക്രിസ്തുവിലൂടെ അന്വേഷിക്കുന്നു. ദൈവവംശത്തെ. എത്ര വലിയ സ്നേഹമാ ദൈവം നമുക്ക് നൽകണമെന്ന് അറിയാമോ? നാം ദൈവത്തെ മക്കളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കണം. ഇതാണ് യേശയ്യാ 53:10 പറയണ. ഇതാണ് സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള വിസ. തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗരാജ്യത്തിൽ കടക്കില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. എന്റെ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്നിലൂടെ തനിക്ക് മക്കളെ കാണണം. എന്നോട് തുല്യരായ മക്കളെ വേണം എന്റെ അപ്പന്. ദൈവം മക്കളെ വേണം. അതുകൊണ്ട് എന്നെ തന്നത് ഏതെങ്കിലും സഭയെ കേറാനല്ല, എന്നെ കൈക്കൊണ്ട് എന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാനാണ് ദൈവം അധികാരം തന്നത്. നീ അതുകൊണ്ട് പോയി ഡിനോമിനേഷൻകാരനുമായി സഭക്കാരനുമായി. ഞാൻ നിന്നെ ആക്കിയത് എന്റെ മകനായിട്ടാ. ഹല്ലേലൂയ. മകനായിട്ടാ. നമുക്കിനി ആ വാക്യം ഒന്ന് വായിക്കാം മലയാളത്തില്. അപ്പൊ തന്നെ ആ വാക്യം ഇംഗ്ലീഷിലും കഴിയുമെങ്കിൽ ഹിന്ദിയിലും ഒക്കെ സ്ക്രീനിൽ കൊണ്ടുവരാം. മലയാളത്തിൽ ഒന്ന് വായിച്ച്. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആ വചനങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രീൻ ഓഫാണ് അല്ലേ? നിങ്ങളുടെ കയ്യിലെ ബൈബിളിൽ നിങ്ങൾക്ക് അത് വായിക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തേക്കണ ഹിന്ദി ബൈബിളിലാണ്. ഹിന്ദി ബൈബിളുള്ളവർക്ക് അത് വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ കൊണ്ടുവരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലോറി ടു ഗോഡ്. വിസ കണ്ടെത്തിയോ നിങ്ങൾ? വിസ, സ്വർഗരാജ്യത്തിൽ കടക്കാനുള്ള യോഗ്യതയാണ് യേശു പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താ? താൻ മക്കളെ ജനിപ്പിക്കുക. തൻ്റെ പുത്രനായ ഒരു മകനിലൂടെ അനേകം മക്കൾ. ഫ്രം വൺ സൺ ടു മെനി സൺസ്. ഹല്ലേലൂയ. ഒരു മകനിലൂടെ അനേകം മക്കൾ. ഇതാണ് റോമ 8:29 പറയുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം അവിടെ എഴുതിയിരിക്കുകയാണ്. തൻ്റെ പുത്രൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപമാകാൻ നമ്മളെ മുൻനിയമിച്ചു. നമ്മുടെ അകത്തേക്ക് ഇത് കയറണില്ലെന്നുള്ളതാണ് വിഷയം. യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളാകാൻ നമ്മളെ സ്വർഗത്തിന്റെ സീല് മുൻ നിയമിച്ചിരിക്കുന്നു. ആകാൻ ആയിട്ടില്ല, ആകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കൂട്ടവകാശികളാകാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ വാക്യമാണ് സ്ക്രീനിൽ കാണാം. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോണം, അവനെ തകർത്ത് കളവാൻ. ആരെ തകർത്ത് കളവാൻ? യേശു ക്രിസ്തു എന്ന തന്റെ മകനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്, അതായത് സ്വർഗീയ പിതാവിന് ഇഷ്ടം തോന്നി. സ്വർഗീയ പിതാവ് അവൻ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. യഹോവ പിതാവിന്റെ ഇഷ്ടം ആരുടെ കയ്യാൽ സാധിക്കും?
കർത്താവിന് സ്തോത്രം ചെയ്ത് ഈ സമയത്ത് നിങ്ങളുടെ അകം പിശാച് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയും പിടിക്കപ്പെടും. പിതാവിന്റെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിൽ ആരുടെ ഇഷ്ടത്തെ കുറിച്ച് എഴുതി വെച്ചേക്കണേ? പിതാവിന്റെ ഇഷ്ടം. യേശു കർത്താവ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ജഡ്ജ്മെന്റ് സീറ്റിൽ വെച്ച് എന്താ ചോദിക്കണേ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന എവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ അത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്ത് ചെയ്യാനുള്ളതാ? ചെയ്യാനുള്ളതാ അല്ലേ? അതെന്താണെന്ന് എഴുതി വെച്ചേക്കണേ. എന്താണ് ആ പിതാവിന്റെ ഇഷ്ടം? ഇതാണ് സ്വർഗരാജ്യത്തിൽ കിടക്കാനുള്ള വിസ, പിതാവിന്റെ ഇഷ്ടം. ഇനി ഈ വചനം നോക്കിയിട്ട് ഇതാ മക്കളെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന്? ഇതിൽ വായിച്ചു നോക്കിയിട്ട് ഈ വചനം വായിച്ചു നോക്കിയിട്ട് പിതാവിന്റെ ഇഷ്ടം എന്താണ് ഇതിൽ കാണുന്നത് നിങ്ങൾക്കൊന്ന് പറയാമോ? ആർക്ക് വേണേലും പറയാം. ആ മക്കളെ, ചേട്ടനും അനിയനും സന്തതിയെ കാണണം. മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയാണോ അഭിപ്രായം? പിതാവിന്റെ ഇഷ്ടം എന്താ? സന്തതിയെ കാണണം. ആരിലൂടെ? തൻ്റെ ഒരേ ഏകജാതനായ ക്രിസ്തുവിലൂടെ തനിക്ക് സന്തതിയെ കാണണം. സന്തതിയെ കാണണം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സീഡ് എന്നാണ്, ചില ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഓഫ് സ്പ്രിങ് എന്നാണ്, അതായത് വംശം. ഹിന്ദിയിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. ഗോഡ്സ് റേസ്. മനസ്സിലായോ? ദൈവവംശത്തെ കാണണം. ഹല്ലേലൂയ. അതെഴുതിയേക്കണേ. എന്നാൽ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ പിതാവിന് യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ അല്ലെങ്കിൽ പിതാവ് ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? കഷ്ടം വരുത്തി ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ കയ്യാൽ യഹോവയുടെ ഇഷ്ടം സാധിക്കും. അതുകൊണ്ടാ ക്രിസ്തു പറഞ്ഞ കഴിയുന്നത് ഇത് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് എന്നാ പറഞ്ഞേ? അല്ല, ഈ കഷ്ടത്തിലൂടെ പോയേ പറ്റൂ. പിതാവ് അവന് കഷ്ടം കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? സന്തതിയെ കാണാൻ. മനസ്സിലാവുന്നുണ്ടോ? സന്തതിയെ കാണാൻ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് യഹോവയുടെ ഇഷ്ടം. ഇനി ഇതിന്റെ ഹിന്ദി നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, പക്ഷെ തെളിയില്ല, അതുകൊണ്ട് അത് വലുതാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഹിന്ദി അറിയാവുന്നവർ ഇതിന്റെ ഹിന്ദി ഒന്ന് നോക്കിക്കോളൂ. സ്ക്രീനിലേക്ക് നോക്കിയേ, നിങ്ങൾക്ക് ഇതിന്റെ ഹിന്ദി സ്ക്രീനിൽ കാണാം. ഇതിൽ എന്താ എഴുതിയേക്കണേ? റെഡ് ലെറ്റർ മാത്രം ഒന്ന് വായിച്ചേ. തബ് വഹ് അപ്ന വംശ ദേഖ്നെ പായേഗാ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണം. മനസ്സിലായോ? ഇതാണ് യഹോവയുടെ ഇഷ്ടം. ഇതാണ് പിതാവിന്റെ ഇഷ്ടം. അതിനാണ് നമുക്ക് ക്രിസ്തുവിനെ തന്നെ. ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യ മക്കൾക്കും, സ്ത്രീയിൽ നിന്ന് ജനിച്ച ഏവർക്കും, ദ്രവത്വമുള്ള ഏവർക്കും, ദ്രവത്വമില്ലാത്ത ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള അധികാരം കൊടുത്തു. മനസ്സിലായ? മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക്, ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക്. ആദത്തിൽ എല്ലാവരും മരിക്കുന്നു, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തു ഏത് വംശമോ മക്കളെ? ദൈവവംശം. അതേ വംശത്തിലേക്കാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ചിലർക്കൊരു സംശയം, അങ്ങനെയാണോ? വീണ്ടും വചനം പറയുന്നു അങ്ങനെയുള്ളവരോട്, അങ്ങനെ തന്നെ നാം ആകുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് നാം ആകുന്നത്. നാം ദൈവത്തിന്റെ മക്കളാ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികള് ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും തന്നെ. മനസ്സിലായോ? അപ്പൊ ഈ ഇത്രയും കാലം ഇത് ബൈബിള് വായിച്ചിട്ട് നമുക്ക് മനസ്സിലായായിരുന്നു. നമ്മൾ പറയണം നമുക്ക് കത്തോലിക്കൻ, ഞാൻ CSA കാരൻ, പെന്തക്കോസ്തുകാരൻ, ബ്രദറൻകാരൻ അല്ലേ? ഇങ്ങനെയുള്ള കാരണമൊന്നും ബൈബിളിലില്ല. പകരം ദൈവമക്കളെ ഉള്ളൂ. ഹല്ലേലൂയ.
അങ്ങനെ ഇതിനൊന്നും ഉപദ്രവിക്കാനും പോകണ്ട. മരിച്ചാൽ കുഴിച്ചിടാനെങ്കിലും ഒരു രജിസ്ട്രേഷൻ വേണ്ടേ, അതവിടെ കിടന്നോട്ടെ. അപ്പൊ നമുക്ക് അകത്തളത്തിൽ ഉൾത്തളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾത്തളത്തിൽ മനസ്സിലാക്കണം, എൻ്റെ ഐഡി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ മകനാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശിയാണ് ഞാൻ. ആദത്തിലല്ല, ആദത്തിൽ ഞാൻ ഇത് ദ്രവിച്ചു പോകുന്ന ഒരു സംഭവമാണ്. തൽക്കാലത്തെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ ഞാൻ ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടാവിന്റെ മകനാണ്, ഇതിന്റെ എല്ലാം അവകാശിയാണ്. പക്ഷെ ഞാൻ ശിശുവായിരിക്കുന്നിടത്തോളം ഇതൊന്നും തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവകാശി സർവ്വത്ര യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം അധികാരം നമ്മളിൽ ഫംഗ്ഷൻ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ക്രിസ്തുവിലൊന്ന് വളരെ നിങ്ങളുടെ അധികാരം വർക്ക് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതിൽ ദൈവം നമ്മളെ വളർത്തി കൊണ്ടുവരികയാണ്. ഇനി ഇത് കടന്നു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ഈ ഒരു സംഭവം നടന്നപ്പോൾ പല പ്രവചനങ്ങളും നിറവേറി. അവിടെ എന്താ എഴുതിയേക്കണേ? അവിടെ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, മലയാളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടു, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, ക്രിസ്തു സന്തതിയെ കാണുകയും, ഈ പ്രവചനം അവിടെ വെച്ച് നിറവേറി. ഏത് പ്രവചനം എന്നറിയാമോ? യേശയ്യാ 9:6 പല പ്രവചനങ്ങളും വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ശ്രദ്ധിക്കുക, അവിടെ നിൽക്കട്ടെ. നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും എന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനം ക്രൂശിൽ വെച്ച് നിവൃത്തിയായി. അവൻ സന്തതിയെ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ജനിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകനിലൂടെ പ്രവചിച്ചു വെച്ചിരിക്കുക, ഈ ജനിക്കുന്ന ശിശു ആരെന്ന് വിളിക്കപ്പെടും? നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. ഇത് സ്വർഗസ്ഥ പിതാവിന് ചേരുവോ ഈ പ്രവചനം? നിങ്ങളൊന്ന് പറ. 700 വർഷങ്ങൾ, ക്രിസ്തു ജനിക്കുന്നത് 700 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. സ്വർഗസ്ഥ പിതാവിനെ ഒരു നാളിൽ നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. പ്രവചനം ചേരുവോ? ചേരില്ല. കാരണം സ്വർഗസ്ഥ പിതാവ് എന്നേക്കും പിതാവാ. മനസ്സിലായോ? എന്നേക്കും പിതാവാ. എന്നാൽ ഈ ജനിക്കപ്പെടുന്ന ഈ ശിശു നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രവചനമാണ് എഴുതി വെച്ചേക്കണേ. പെടും. ഈ ഉത്സവ പറമ്പിലൊക്കെ ഈ വാണം പ്രതിഷ്ഠത്തിനൊക്കെ വാണം പിടുത്തം കണ്ടിട്ടുണ്ടോ? പ്രതിഷ്ഠ നടക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ മുണ്ടൊക്കെ കുത്തി, ഇങ്ങനെ ഫ്രണ്ടിൽ മുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പോയിട്ട് എന്നിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ മനസ്സിലായല്ലേ എന്താ ഈ ഉത്സവ പറമ്പിൽ വാണം വിടുക എന്ന് പറഞ്ഞു അല്ലേ? ആ വാണപ്പടക്കമെന്ന് അതിന്റെ പേര്. ഹല്ലേലൂയ. അത് വാണം പോണ പോലെ അങ്ങ് പോകും. ഇതേപോലെയാ പ്രവചനം. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് 700 വർഷം മുമ്പ് കത്തിച്ചു. ഒരൊറ്റ വിടല. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാന പ്രഭു, നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. 700 വർഷങ്ങൾക്ക് ശേഷം അത് പോയി പൊട്ടി. ഇനിയും പൊട്ടാൻ കുറെ പ്രവചനം അതിൽ ഇനിയും കിടക്കുന്നുണ്ട്. ഗവൺമെന്റ് അവന്റെ തോളിൽ ഇരിക്കുന്നത് നിവൃത്തിയായിട്ടില്ല. ഇനിയും പൊട്ടാൻ കുറെ കിടക്കുന്നുണ്ട്. ആ 700 വർഷമായപ്പോ യേശുക്രിസ്തുവിന് സ്വർഗസ്ഥ പിതാവ് ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ കൊടുത്ത മക്കളുണ്ട്. അതാണ് നമ്മൾ. മനസ്സിലായോ? ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിന് കൊടുത്തതാ, നമ്മളെ മക്കളായിട്ട് കൊടുത്തതാ. പക്ഷെ ആരും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ജനിച്ചിട്ടില്ല. ഇനി ആ മക്കളെയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ സഹനത്തിലൂടെ, യാഗത്തിലൂടെ അവിടെ കാണാൻ പറയാണ്, അവനെ തകർത്തു. അവന്റെ ആ തകർച്ചയിലൂടെ മക്കളെ കണ്ടു. മനസ്സിലായോ? കാൽവരി ക്രൂശിൽ യേശു തൻ്റെ രക്തത്താൽ നേടിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്,
ഈ ഭൂമിയിലെ അമ്മമാര് ചോദിക്കുകയാണ്, അമ്മമാര് ഇപ്പൊ രണ്ട് പിള്ളേരെയും കൊണ്ട് വന്ന് പാസ്റ്റർ ചോദിക്കുകയാണ്, ഇതാരാ? ദൈവം എനിക്ക് തന്ന മക്കളാണ്, ഇന്ന് തലേ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഓക്കെ, കൊണ്ടുവന്ന്. ഇനി ശ്രദ്ധിച്ചേ, അപ്പൊ ദൈവം എനിക്ക് തന്ന മക്കളാണെന്ന് ജഡത്തിലെ അമ്മ പറയുന്നത് പോലെ യേശു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യേശു പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യേശു പറയാണ്, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. കേട്ടിട്ടുണ്ടോ? എപ്പോഴാ യേശുവെ മക്കളെ കിട്ടിയേ? പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുമ്പ് എനിക്ക് തന്നതാ അപ്പ. മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷെ അവര് ജനിച്ചത്, അവര് സൃഷ്ടിച്ചത് എപ്പോഴാണെന്നറിയാമോ? പുതിയതായി സൃഷ്ടിച്ച കാൽവരി ക്രൂശിലെ യാഗത്തിലാ. ഹല്ലേലൂയ. ആ യാഗത്തിലാ പുതിയതായി സൃഷ്ടിച്ചേ. ഇതാണ് ഹെബ്രായ ലേഖനം 2:13 എഴുതി വെച്ചിരിക്കുന്നത്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. യേശുവിനെ കുറിച്ച് പറയാ, യേശു പറയാ, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ദൈവം തന്ന മക്കളാ, പക്ഷെ അവരെ ആര് പിടിച്ചു? പിശാച് പിടിച്ചു. അവര് ജഡരക്തത്തിൽ മാത്രമായി പോയി. അതുകൊണ്ട് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയ അവനും ക്രിസ്തു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ക്രിസ്തു യേശുവായി വന്നിട്ട് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി മരണപര്യന്തം അടിമകളായിരുന്ന തന്റെ മക്കളെ ഒക്കെയും വിടുവിച്ച് തന്റെ മാറോട് ചേർത്തു. വായിച്ച 2:13, ഹെബ്രായ 2:13. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാ, ഞാൻ ഇതാ സ്വർഗസ്ഥ പിതാവിങ്കിൽ ആശ്രയിക്കുമെന്നു, സ്വർഗസ്ഥ പിതാവ് എനിക്ക് തന്ന മക്കളും. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഹല്ലേലൂയ. അപ്പോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻ ഒരു ഭാഗത്തുണ്ടാകും. എന്താണ് ഈ പിതാവ്, എന്താണ് യേശു? ശ്രദ്ധിച്ചേ, ഇത് കൺഫ്യൂഷൻ മനസ്സിലായാൽ തന്നെ ധാരാളം വിഷയം ക്ലിയർ ആകും. സ്വർഗീയ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവുണ്ട്, ദൈവത്തനായ ക്രിസ്തു ഉണ്ട്. ഈ രംഗം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഭൂമിയിലെ കുടുംബം പോലെ തന്നെയാണ് സ്വർഗീയ കുടുംബവും. ഭൂമിയിലെ കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം. പിതാവിന് മാതാവ് മുഖാന്തരം ജനിച്ച മക്കൾ, ഇത് ചേരുമ്പോഴാണ് കുടുംബമാകുന്നത്. ഇതേപോലെ തന്നെയാണ് സ്വർഗീയ കുടുംബവും. സ്വർഗീയ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ. അവിടെ അമ്മ കഥാപാത്രം, സ്ത്രീ കഥാപാത്രം ഇല്ല. സ്വർഗരാജ്യത്തിലൊരു കുറവാണത് ഭൂമിയെ സംബന്ധിച്ച്. പക്ഷെ അതൊരു കുറവല്ല. ഭൂമിയിൽ സ്ത്രീ കഥാപാത്രമുണ്ട്, സ്വർഗരാജ്യത്ത് സ്ത്രീ കഥാപാത്രമില്ല. ധൂർത്തപുത്രന്റെ കഥയിൽ ഒരു കുറവുണ്ട്. എന്താണെന്ന് അറിയാമോ? സ്ത്രീ കഥാപാത്രം ഇല്ല. ഇനി ഈ ഒരു അറിവ് മനസ്സിലാക്കിയിട്ട് നമ്മളൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യം ക്ലിയറായി. ഇന്നത്തെ തർക്കങ്ങളൊന്നുമില്ല. സ്വർഗത്തിൽ സ്വർഗീയ പിതാവ് കാരണഭൂതൻ, യേശുക്രിസ്തു മുഖാന്തരം. സ്വർഗസ്ഥ പിതാവിന് യേശുക്രിസ്തു മുഖാന്തരം ജനിച്ച മക്കളാണ് നമ്മളെല്ലാം. ഇതെല്ലാം ദൈവ കുടുംബമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലായ കാര്യം ക്ലിയറായി. ഹല്ലേലൂയ. മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്ക് നമ്മളെ മാറ്റുകയാണ്. ഇനി ഇത് ക്ലിയർ ചെയ്യാൻ ചുമ്മാ വാഗണ്ട് പറഞ്ഞാൽ പോരല്ലോ, ഒരു വാക്യം പറയണ്ടേ? 1 കൊരിന്ത്യൻ 8:7 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അതാണ് പ്രശ്നമാക്കിയത്. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏത്? കാരണഭൂതനും മുഖാന്തരവും എന്നുള്ള അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പൊ ഈ അറിവ് വരുമ്പോൾ ഈ സ്വർഗീയ കുടുംബത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയാകും. വായിച്ച്. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. എന്താണ് എല്ലാവരിലും ഇല്ലാത്ത അറിവ്? അതിന്റെ 5 മുതൽ വായിച്ച്. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്കണേ. ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും. അവൻ സകലത്തിലും കാരണഭൂതനും. അവൻ സകലത്തിലും കാരണഭൂതനും. ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും ഇല്ലാത്ത അറിവാണ്. ആകാശത്തിലും ഭൂമിയിലും, മലയാളത്തിൽ ദേവന്മാർ എന്ന ട്രാൻസ്ലേഷൻ തെറ്റാണ്, എലോഹിം എന്നാണ്. ദേവന്മാർ എന്നല്ല, ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും
പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിലും കാരണഭൂതനും. എന്ത് ഭൂതൻ? കാരണഭൂതൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ കാരണഭൂതൻ. അപ്പോ സകലത്തിലും കാരണഭൂതനാണ്. ഭൂമിയിലെ കുടുംബത്തിൽ കാരണഭൂതൻ പിതാവാണ്. അതായത് എല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണോ ആ വ്യക്തിയാണ് കാരണഭൂതൻ എന്ന് പറയുന്നത്. അവൻ സകലത്തിലും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. നാം ആ കാരണഭൂതനായ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതും ആകുന്നു. അപ്പൊ യേശുവിനെ കുറിച്ച് എന്താണെന്ന് ചിലർക്ക് ചോദ്യം ഉണ്ടാകും. അടുത്തത്, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും. അവൻ കാരണഭൂതനല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തുവും പിതാവും തമ്മിലുള്ള വ്യത്യാസമാണ്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗീയ കുടുംബത്തിൽ പിതാവും ഉണ്ട്, പുത്രനും ഉണ്ട്. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ 1 യോഹന്നാൻ അതിന്റെ 3-4 ഭാഗങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും തന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. എടുത്തേക്കൊന്ന് വായിച്ച്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ആരുടെ കൂട്ടായ്മ? അനിയന്മാരുടെ കൂട്ടായ്മ. ചേട്ടന്മാരുടെ കൂട്ടായ്മയോ? കത്തോലിക്കരോടും മാർത്തോമയോടും യാക്കോബയോടും CSയോടും ഇല്ലേ? അങ്ങനെ കണക്ക് പോകും. പക്ഷെ ദൈവപുത്രന്മാരുടെ കൂട്ടായ്മ ആത്മലോകത്തിലായി പിതാവിനോടും പുത്രനോടും. അത് പുതിയ ജനനത്തിലെ കൂട്ടായ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ വിശ്വസിക്കുക. ബൈബിളിലെ വചനം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ. എന്താണ് സുവിശേഷം? സിമ്പിൾ. അതൊരു ഇൻവിറ്റേഷനാണ്. എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഭൂമിയിലെ മനുഷ്യ കുടുംബത്തിൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കാണാം. താഴെ ഭൂമി, അതിലൊരു മനുഷ്യ കുടുംബം, ഒരപ്പൻ ഒരമ്മ, അപ്പന് അമ്മയിലൂടെ ജനിച്ച മക്കൾ. അതായത് അപ്പനാണ് കോസ്, കാരണഭൂതൻ. ഭാര്യ, അമ്മ മുഖാന്തരം, മീൻസ് മുഖാന്തരമായ ഈ ഭാര്യയിലൂടെ ജനിച്ച മക്കളാണ്. ഇതാണ് ഹ്യൂമൻ ഫാമിലി. ഇത് മരണമുള്ള ഫാമിലിയാണ്. ജഡത്താൽ ജനിച്ച ജഡമാണ്. മനസ്സിലാവുന്ന? യേശുവിന്റെ ഭാഷ പറഞ്ഞാൽ ജഡത്താൽ ജനിച്ചത് ജഡം. ഈ കുടുംബം ഇവിടെ ദ്രവിച്ചു പോകും. മനസ്സിലായോ? ദ്രവിച്ച് ചേട്ടായി മാത്രമേ ഉള്ളൂ അതില്. ഇത് ദ്രവിച്ചു, അനിയം മരിച്ച ചേട്ടായി മാത്രമുള്ള കുടുംബമാണ്. എന്നാൽ ഈ കുടുംബത്തിനാണ് ഇൻവിറ്റേഷൻ കിട്ടിയത്. എങ്ങോട്ടേക്ക് പോകാൻ? ഇതാ സ്വർഗം, പുതിയ യെരൂശലേം, പിതാവിന്റെ വലതുഭാഗത്ത് ക്രിസ്തുവിലൂടെ ലഭ്യമായ അനേക ദൈവപുത്രന്മാർ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സ്വർഗീയ കുടുംബം. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്വർഗീയ കുടുംബത്തിലേക്ക് നമുക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ആണ് സുവിശേഷ ഇൻവിറ്റേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ ജീവിക്കാൻ വീണ്ടും ഒരു അവസരം നമുക്ക് തരികയാണ്. ഇതാ യേശു പറഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതുകൊണ്ടാണ് ഇവിടെ ആരോ ഇട്ടിരിക്കുന്നത്. ഇതാ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു ആരോ ഇട്ടിരിക്കുക. അങ്ങനെ ദൈവ കുടുംബമാകാൻ നമ്മളെ വിളിച്ചിരിക്കുക. അതുകൊണ്ടാണ് എഫേസ്യർ 2:19 പറയുന്നത്, നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ കുടുംബക്കാരുമാ, ദൈവത്തിന്റെ വീട്ടുകാരുമാ. അപ്പൊ ഇന്ന് വരെ മരണമുള്ള മനുഷ്യന്റെ വീട്ടുകാരാണ്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ വീട്ടുകാരാ. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മ എവിടെയാ? സ്വർഗത്തിലാ. പിതാവിനോടും പുത്രനോടും കൂടെയാണ് ഞങ്ങളുടെ കൂട്ടായ്മ. മനസ്സിലാവുന്നുണ്ടോ? കൂട്ടായ്മ മാറിയത് കണ്ടോ? ഹല്ലേലൂയ. ശരീരത്തിൽ ഭൂമിയിലെ കൂട്ടായ്മ, പക്ഷേ ഉള്ളിലോ സ്വർഗത്തിലെ കൂട്ടായ്മ. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. ശരീരത്തിലെ കൂട്ടായ്മയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശവസംസ്കാരം ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്വർഗത്തിലെ കൂട്ടായ്മയിൽ ശവസംസ്കാര ശുശ്രൂഷ പ്രതീക്ഷിക്കരുത്. അവിടെ സംസ്കാരവും ഇല്ല, സെമിത്തേരി ഇല്ല. അവിടെ നിത്യമായി പിതാവോട് കൂടെ പുത്രനിലുള്ള ജീവിതമാണ് അവിടെ. മനസ്സിലായോ? അപ്പോ ഇനി നിങ്ങൾ തെറ്റുവോ? തെറ്റരുത്. വ്യക്തമായി മനസ്സിലാക്കുക. സ്വർഗസ്ഥ പിതാവുണ്ട്, പുത്രനായ ക്രിസ്തുവുണ്ട്. സ്വർഗസ്ഥ പിതാവ് അവിടുത്തെ കാരണഭൂതനാണ്. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. ഇതുകൊണ്ടാണ് യാക്കോബ് 1:17 പറയുന്നത്, എല്ലാം നല്ലതാനോ തികഞ്ഞവരോ ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ
പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന സ്ഥലമാണ് കാരണഭൂതൻ, സോഴ്സ് എന്ന് പറയും. മനസ്സിലായോ? അത് അവിടെ നിന്ന് വന്നിട്ട് രണ്ടാമത് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ പേരാണ് മുഖാന്തരം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ തലയാണ് കാരണഭൂതൻ, നമ്മുടെ ശരീരമാണ് മുഖാന്തരം. ഹല്ലേലൂയ. തല ചിന്തിക്കുന്നു, ശരീരം മുഖാന്തരം നടപ്പിലാക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിപ്പി നോക്കിയേ, സ്വർഗസ്ഥ പിതാവ് സകലതും തന്റെ പുത്രൻ മുഖാന്തരം സൃഷ്ടിച്ചു. പുത്രന്റെ പേരാണ് ദൈവവചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം പിതാവോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ പിതാവായ ദൈവത്തോട് കൂടെയായിരുന്നു. സകലതും വചനം ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, വചനം കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. സകലതും വചനത്തിലൂടെ ഉണ്ടായി, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. കേട്ടോ? ഇതൊക്കെ ദൈവവചനം പറഞ്ഞു നിങ്ങളോട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ കൺഫ്യൂഷനായിട്ട് അകത്ത് കയറി, പിന്നെ ആരത്തിന്റെ മക്കളായതുകൊണ്ട് ഒന്ന് പഠിപ്പിച്ചാൽ അത് കിടന്ന് തൂങ്ങിച്ചാകും, പിന്നെ മാറ്റാൻ സമ്മതിക്കത്തില്ല. കാരണം അതിന്റെ പേരിൽ കുറെ മക്കൾ ജനിച്ചു, അവർ ഇത് അങ്ങനെ ഒരു യൂണിയനായി. ഇനി അത് മാറാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ആ ഭാവത്തിൽ ഇരിക്കരുത്. പകരം വിശുദ്ധ വേദ പുസ്തകത്തിൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് ഈ ജഡ കുടുംബത്തിൽ നമ്മൾ നിൽക്കത്തില്ലെന്നും സ്വർഗീയ കുടുംബത്തിലേക്കാണ് നമ്മളെ വിളിച്ചതെന്നും അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറാകുക. ഈ പുതിയ യെരൂശലേം കണ്ടോ? ഇതാണ് നമ്മുടെ ഭാവിയിലെ വീട്. ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ വീടും ഈ വീടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ഇല്ലേ? പണ്ട് ഓലക്കുടിയിൽ കിടന്നപ്പോ ഓടിട്ട വീട്ടുകാരനെ ധനവാൻ, പണക്കാരൻ, അവൻ്റെയൊക്കെ അഹംഭാവം കണ്ടില്ലേ, ഇല്ലേ? ഇപ്പൊ ഓടിട്ട വീട് കഴിഞ്ഞിട്ട് ഒരുത്തം വാർക്കപ്പട കിടന്നപ്പോ ഓടിട്ട വീട്ടുകാരൻ പറയാൻ തുടങ്ങി, ധനവാൻ, ഇല്ലേ? അത് കഴിഞ്ഞപ്പോ ഈ വാർക്കക്കാരൻ രണ്ടാമത്തെ നില വെച്ചപ്പോ ഒന്നാമത്തെ നിലക്കാരൻ വീണ്ടും ധനവാൻ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? ഇതിന്റെ ഹൈറ്റ് എത്രയാണെന്നറിയാമോ? പുതിയ യെരൂശലേമിന്റെ ഹൈറ്റ് ആണ് നമ്മുടെ കന്യാകുമാരി മുതൽ ഡൽഹി വരെ ഉണ്ടാവും ഏകദേശം. അത്ര തന്നെ ഹൈറ്റ് ഉണ്ട്, അത്ര തന്നെ വീതിയുണ്ട്. പക്ഷെ ഒരു വിഷയമുണ്ട്, ഇവിടെ ഒരു പാപിയും ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പ്രവേശിക്കണമെങ്കിൽ വെളിപ്പാട് 21:3 പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോട് പാർക്കും എന്ന് ഈ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവസാനം അടയ്ക്കാനോ? ഇതാരാ തുറന്നിട്ടിരിക്കണേ? അടച്ചിട്ടെ, ശ്രദ്ധിച്ചേ. യെസ്, ഓക്കെ, ഇത് തുറന്നിട്ടേക്കണേ, അടച്ചിട്ടേ. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, വെളിപ്പാട് 21:3 പറയുകയാണ്, ദാ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു, അവിടെ നമ്മൾ ദൈവത്തോടെ പാർക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളണം, ഒരു പാപിയും അതിൻ്റെ ഉള്ളിൽ കിടക്കത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇനി നിങ്ങൾ അറിഞ്ഞില്ല പിടിച്ചില്ല എന്ന് പറയരുത്. ആ ഭാഗം ഒന്ന് വായിച്ച് 21:3. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമാണ്, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ശ്രദ്ധിച്ച് കേൾക്കുക, നിങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകല്ലേ, ഇത് കീ പോയിന്റ്. ഇനി ശ്രദ്ധിച്ചോ, ഇതിന്റെ അവസാന വാക്യം പറയുന്നു, ഈ പുതിയ യെരൂശലേമിൽ ഒരു പാപിയും കയറത്തില്ല. കർത്താവ് നേരത്തെ എന്നാ പറഞ്ഞേ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഔട്ട് പറഞ്ഞില്ലേ? ഇവിടെ പറയാണ് ഒരു പാപിയും ഇതിന്റെ ഉള്ളിൽ. അതിന്റെ അവസാന വാക്യം വായിച്ചാട്ടെ, 21 അവസാനം. ഇപ്പൊ നമ്മൾ വായിച്ചതുള്ളൂ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ. 21 അവസാന വാക്യം, നമ്മൾ ഈ വായിച്ചതിന്റെ അവസാന വാക്യം ഞാൻ പറയുന്നത്, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകും. ഞാൻ വായിക്കാം 21 അവസാന വാക്യം.
കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതും യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ പുതിയ യെരൂശലേമിൽ കടക്കത്തില്ല. ക്ലിയർ ആക്കിക്കൊള്ളണം. അറിഞ്ഞില്ല പിടിച്ചില്ല എന്ന് ഇരിക്കരുത്. അറിഞ്ഞില്ല കേശു പുറത്താക്കണോ? അധർമ്മം പ്രവർത്തിക്കുന്നവരെ പുറത്ത്. മനസ്സിലായോ? പറയുന്നു ഇവിടെ കയറണോ? നുണ കൊണ്ട് പറ്റത്തില്ല, മ്ലേച്ഛത കൊണ്ട് പറ്റത്തില്ല, സൂത്രപ്പടി കൊണ്ട് പറ്റത്തില്ല. ദൈവദാസന്മാരെയും വിശ്വാസികളെയും കർത്താവ് കൂട്ടത്തോടെ പുറത്താക്കി. കാരണം പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരോട് വസിക്കുന്ന സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പാപം ചെയ്ത ആദത്തെ ഏതിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പാപം ചെയ്ത് ജീവിതശൈലിയാക്കി അവിടെ കയറാമെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ സാധാ ജീവിതം നയിച്ചുകൊണ്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെയും പാപിയുടെയും ഗതി എന്താകും? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഇനി നമ്മൾ ചേട്ടനിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ചേട്ടൻ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര പാപം ചെയ്യേണ്ടെന്ന് ചേട്ടൻ ആഗ്രഹിച്ചാലും പാപം ചെയ്യും. ഇതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് പാപം ചെയ്യേണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ആരില്ല അത് കണ്ടേ? ചേട്ടനില്ല. പക്ഷേ അനിയനിലേക്ക് തിരിഞ്ഞേ, ക്രിസ്തയേശുവിൽ എല്ലായിടത്തും എനിക്ക് ജയം തരുന്ന ദൈവം. മനസ്സിലായോ? അനിയനിലേക്ക് തിരിയുമ്പോൾ നിനക്ക് അവിടെ കാണാം, അവിടെ നീ ഒറ്റയ്ക്കല്ല, അവിടെ നിന്റെ പ്രവർത്തനം ത്രിയേകമാണ്. ഹല്ലേലൂയ. മറ്റൊരു രീതി പറഞ്ഞാൽ ഗോഡ് ഹെഡഡ് ഓപ്പറേഷനാണ് അവിടെ. നമുക്ക് പിന്നെ പഠിക്കാം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രം പറയും, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ഹെഡഡ് ഓപ്പറേഷനാണ്. എന്തുകൊണ്ട്? അവിടെ നിനക്ക് ജീവിച്ചാൽ നിനക്ക് പാപം ചെയ്യാൻ കഴിയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൊണ്ടാണ് 1 യോഹന്നാൻ 3:9 പറയുന്നത്. 1 യോഹന്നാൻ 3:9 പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അപ്പം നമ്മളിൽ പാപം ചെയ്യുന്നതാരാ? മനുഷ്യനിൽ നിന്ന് ജനിച്ച ചേട്ടായിയായി പാപം ചെയ്യുന്നത്. ആ ചേട്ടായിയുടെ ജീവിതം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അലയൻസ് ലൈഫാ. പിതാവുമായി ക്രിസ്തുവിൽ ഒരു ജീവിതമാണ് കൊണ്ടുപോകണേ. എന്നാൽ അനിയൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഐലൻഡ് ലൈഫാ, ദ്വീപ് പോലെയാ, ഒറ്റയ്ക്കൊറ്റയ്ക്ക്. നിങ്ങൾ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ഇതാ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് കണ്ടോ? ഓ ലോർഡ്, ഐ ലവ് യു. Lord, I love you. ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് രാവിലെ അത് എടുത്തിട്ടായിരുന്നു. നിങ്ങൾക്കത് കിട്ടുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, എനിക്കത് കിട്ടുന്നില്ല. ശ്രദ്ധിച്ചേ, ഏകദേശം 572 ദ്വീപുകളുണ്ട് ഇന്ത്യയുടേത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന്, നമ്മുടെ ചെന്നൈയിൽ നിന്ന് 1200 കിലോമീറ്റർ ദൂരെയാണ് നിങ്ങളെ കിടക്കണേ. കഷ്ണ ദ്വീപുകളാണ്. അതിലാകപ്പാടെ 36 എണ്ണത്തിലെ മനുഷ്യന് വസിക്കാൻ പോലും പറ്റുള്ളൂ. 572 ദ്വീപുകൾ. ആദത്തിന്റെ മക്കൾ ഇതുപോലെ സ്കാറ്റേഡ് ആയിട്ട് കിടക്കുക. എല്ലാ ഐലൻഡുകളാ, എല്ലാ ഐലൻഡാ, എപ്പോഴും ബലഹീനമാണ്. ഈ ഐലൻഡ് ആയിരിക്കുന്നതിനെയൊക്കെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ അലയൻസിലേക്ക് മാറും. അലയൻസിലേക്ക് മാറിയാൽ നിങ്ങൾ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നാകും. ഒന്നായാൽ പിന്നെ നിങ്ങൾക്ക് പാപം ചെയ്യാനേ പറ്റില്ല. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ജീവിതം മനോഹരമാണ്. ഐലൻഡ് ലൈഫിൽ
ആദത്തിന്റെ മക്കളൊക്കെ ഐലൻഡ് ജീവിതമാണ്. അവർ പാപം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. കാരണം അവർക്ക് ബലമില്ല, അവർക്ക് സപ്പോർട്ടില്ല. അവരാഗ്രഹിക്കും, പക്ഷെ അവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള പാപം ചെയ്യുന്ന ജഡശക്തി അവരുടെ അകത്തുണ്ട്. എന്നാൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അലയൻസ് ലൈഫാ. അലയൻസ് നമ്മൾ ഇന്നലെ കേട്ടു, നാറ്റോ വമ്പൻ അലയൻസാ. 32 രാജ്യങ്ങളുണ്ട്. ഒന്നിനെ തൊട്ടാൻ ബാക്കി 31 കൂടി വരും യുദ്ധത്തിന്. ഇതേപോലെ ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവുമായി നമ്മൾ ഒരു അലയൻസ് ആയിട്ട് തീരുകയാണ്. ഇതാ ക്രിസ്തു പറഞ്ഞ്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാവുക. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും ആ പരിശുദ്ധിയിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകും. ഇത് നിങ്ങൾ അറിഞ്ഞാൽ നല്ലതാ. അതൊരു ത്രിയേക പ്രവർത്തനമാണ്. ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ. ഇത് ക്രിസ്തുവിൽ പ്രവർത്തിച്ചിരുന്നു. ഇതുകൊണ്ടാണ് ക്രിസ്തുവിന് പാപം ചെയ്യാൻ കഴിയാതിരുന്നത്. മനസ്സിലായോ? ഇതാണ് കൊളോസ്യൻ 2:9. മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാ, ദേവദാസന്മാർക്ക് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പഠിച്ചോ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഗോഡ് ഹെഡഡായി ക്രിസ്തുവിൽ പാപം ചെയ്യാനേ പറ്റിയില്ല. ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തിനായ ക്രിസ്തുവിനും പാപം ചെയ്യാൻ പറ്റില്ല. കൊളോസ്യ ലേഖനം 2:9 നമ്മൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൊളോസ്യ ലേഖനം 2:9. നിങ്ങൾ ബാക്കിയുള്ള ഡിഗ് ചെയ്തോട്ടോ. അല്ല എങ്കിൽ യൂട്യൂബിൽ ഒക്കെ കയറി ഈ സന്ദേശം നിരന്തരം ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയാകും. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. മനസ്സിലായോ? മലയാളത്തിലൊന്നും മനസ്സിലാകത്തില്ല. ക്രിസ്തുവിൽ ദൈവത്തിന് സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്. അങ്ങനെയല്ല, ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക. ഗോഡ് ഹെഡ്, ദൈവം തലയായി. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. For in him dwelleth all the fullness of Godhead bodily. Godhead bodily. തിയോറ്റസ് എന്നുള്ളൊരു ഹെബ്രായ വേർഡാണ്. അവിടെ അതൊരു ഗ്രീക്ക് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിയോറ്റസ് എന്ന് പറയും. തിയോസ് എന്നുള്ളതിന്റെ വേറൊരെണ്ണം തിയോറ്റസ്. ഗോഡ് ഹെഡ്, ദൈവം തലയായി, ക്രിസ്തു ശരീരമായി. അതിന്റെ പൂർണ്ണതയിൽ വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിന്റെ തലയാരാ? ദൈവം. ഇതാണ് 1 കൊരിന്ത്യർ 11:3 പറയുന്നത്, ക്രിസ്തുവിൻ തല ദൈവം. അതുകൊണ്ട് ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? പാപം ചെയ്യാൻ പറ്റിയില്ല. ഇനി 1 കൊരിന്ത്യർ 3:21 പറയാം, നമുക്കും അതുകൊണ്ട് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. എങ്ങനെ ചെയ്താന്നറിയാമോ? നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിൻ തല ദൈവം. ഇത് മൂന്നും കൂടെ ഒരലയൻസ്. ഹല്ലേലൂയ. ഇതൊക്കെ ആത്മമണ്ഡലമാ. ഒരലയൻസ് ആയി തീർന്നാൽ ഇത് ഒരു ബോഡിയായി പ്രവർത്തിക്കും. ഒരു വൺ സിംഗിൾ ബോഡിയായി പ്രവർത്തിക്കും. പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4:4, 5, 6 നമ്മൾ കേട്ടു. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, പ്രത്യാശ ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ, എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ദൈവത്തിന്റെ ശരീരത്തിന് പാപം ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ നിനക്കും ദൈവത്തിലുള്ള നിനക്കും പാപം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ നീ പാപം ചെയ്യുന്നതിന്റെ കാരണം നീ അങ്ങോട്ടേക്ക് വരാതെ ആദത്തിൽ പോയി നിൽക്കണതുകൊണ്ടാണ്. ആദത്തിൽ നിന്ന് തിരിച്ച് ദൈവത്തെങ്കിലേക്ക് വാ, ക്രിസ്തുവിലേക്ക് വാ. നിനക്ക് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. ഇതാ 1 യോഹന്നാൻ 3:9 പറയുന്നത്, ദൈവത്തെ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവനിൽ കിടക്കുന്നു. അതുകൊണ്ട് അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. അസാധ്യമാണ് അവന് പാപം ചെയ്യാൻ. പാപം ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ പാപം ചെയ്താൽ ദൈവം പാപം ചെയ്തതുല്യമായി. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവനും ദൈവവുമായി ഒരു ശരീരമാണ്. ആ ഒരു ശരീരമായി നിലകൊള്ളുന്നു. ആ ഒരു ശരീരമായി നിലകൊള്ളുന്ന ഒരു ഫോട്ടോ നിങ്ങളെന്ന് കാണിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ഒറ്റ ശരീരമായി നിലകൊള്ളുകയാ. ലവ് യു ഡാഡ്. ഗ്ലോറി ടു ഗോഡ്. ഇതാ ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ ദൈവത്തിലുള്ള സ്ട്രക്ചർ. ദൈവത്തിലുള്ള സ്ട്രക്ചർ ശ്രദ്ധിച്ചാട്ടെ. ദ എലോഹീം ആൻഡ് എലോഹീം സൺ സ്ട്രക്ചറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. ഈ കാണുന്നതാണ്, ഈ താഴെ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മളുടെ പുതിയ സ്ട്രക്ചർ.
ഇതാണ് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്ട്രക്ചർ. ക്രിസ്തു തല, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ. അതുകൊണ്ടാണ് ഈ ഓരോ തലകൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ എൻ്റെ തല കാണാം. ഇതുണ്ടോ എൻ്റെ തല ഇരിക്കണുണ്ടോ? ദാ നമ്മുടെ നോബർട്ട് പാസ്റ്ററുടെ തല ഇവിടെ എവിടെയോ ഉണ്ട്. നോബർട്ട് പാസ്റ്ററുടെ തല ദേ ഇരിക്കണം, നോബർട്ട് പാസ്റ്ററുടെ തല. ഇതുപോലെ ക്രിസ്തുവിലുള്ളവരെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരമാണ്. അവരുടെ തലയാണ് ക്രിസ്തു. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, ക്രിസ്തുവിന്റെ തലയാണ് ഗോഡ് ദ ഫാദർ. മനസ്സിലായോ? ഇതെല്ലാം കൂടെ ഒരു ശരീരമാണ്. പിതാവിൽ നിന്ന് ഒഴുകുന്ന ഒരു ബ്ലൂ ലൈൻ കൊടുത്തേക്കണുണ്ടോ? സ്വർഗം മുകളിൽ കാണാം, പുതിയ യെരൂശലേം, താഴെ ഭൂമി കാണാം. സ്വർഗീയ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ജീവജല നദി, ആത്മാവിന്റെ നദി ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുകയും ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിലുള്ളവരിലേക്ക് പ്രവേശിക്കുകയും അത് നേരെ ഭൂമിയിലേക്ക് വെളിപ്പെടുകയും ചെയ്യും. ഇതൊരു വൺ ബോഡി ഓപ്പറേഷനാണ്. എല്ലാം കൂടെ ഒരു ശരീരം. സ്വർഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം. അതാണ് ഗോഡ് ഹെഡഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ അവയവങ്ങൾ. എല്ലാം കൂടി എത്രയായി? ഒന്നായി. ഈ ശരീരത്തിന് പാപം ചെയ്യാൻ പറ്റുമോ? ഇതിന് പറ്റില്ല. മനസ്സിലായോ? ഇതാണ് ദൈവത്തിന് ജനിച്ചത്. ഇതാണ് ദൈവ കുടുംബം. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇതിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. ഇതൊരു ത്രിയേക പ്രവർത്തനമാണ്. സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, ആത്മാവിൽ വസിക്കുന്നു, ആത്മാവിലൂടെ വെളിപ്പെടുന്നു. മനസ്സിലായോ? പിതാവ് പുത്രനിൽ തൻ്റെ ആത്മാവിലൂടെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. ഇനി ക്രിസ്തുവെ പോലെ ആകാൻ വിളിച്ച നമ്മൾ എല്ലാവരിലും ഇതേ പ്രവർത്തനം ഉണ്ടാകണം. അതേ പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് ഈ ഐലൻഡ് ഓപ്പറേഷൻ വിട്ട് അലയൻസ് ഓപ്പറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാനായിട്ട് റെഡിയാകും. ഇറ്റ്സ് എ പ്രോസസ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. യൂട്യൂബിൽ SVJ മെസ്സേജസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിരന്തരം നിങ്ങൾ കേട്ടിട്ട് ദൈവം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ലോകത്ത് തരും. അതിൽ അപ്ലൈ ചെയ്യുക. ആദ്യമൊക്കെ വീണ് നമ്മൾ ആ പാപം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നാൾ മാറിക്കൊണ്ടേയിരിക്കും. ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ വചനങ്ങളൊക്കെ ഇവിടെ സൈഡിലുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ടവർക്കൊക്കെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ 3 ദിവസത്തെ ക്ലാസ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായോ? ഇത് ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അതിനുള്ള വഴികളും അതിലൂടെയൊക്കെ ഒരുക്കട്ടെ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. നമ്മളുടെ മാക്സിമം സ്പീഡിൽ നമ്മളുടെ ആ ക്രിസ്ത്യാനുരൂപതയിലേക്കുള്ള യാത്ര ഒരുക്കപ്പെടാനായിട്ട് ഇടയാകണം. ഓക്കെ, ഇതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയ എല്ലാ ദൈവമക്കളോടും, പ്രത്യേകിച്ച് ഈ ചർച്ചിനോടും ദൈവദാസനോടും കുടുംബത്തോടും ചേർന്ന് സഹകരിച്ചിട്ടുള്ള എല്ലാ മക്കളോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. പ്രിയ മക്കളെ, ഇത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. വേറെ ഒന്നും നിലനിൽക്കത്തില്ല. ക്രിസ്തുവിലുള്ള നമ്മളുടെ ആ ജീവിതം അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യത്തിലുള്ള ഈ ജീവിതത്തിൽ പ്രത്യാശ വെക്കരുത്. ഇതൊരു ഷട്ടറിങ് സ്റ്റേജ് മാത്രമാണ്. ഇതിലേക്കല്ല നമ്മൾ സുവിശേഷത്തിൽ ജനത്തെ നയിക്കേണ്ടത്. അവിടെ നിന്ന് സുവിശേഷം കൊണ്ട് നമ്മൾ അവരെ പറിച്ചെടുത്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് സ്വർഗത്തിലേക്ക് അറ്റാച്ച് ചെയ്യണം. മനസ്സിലായോ? ഡിറ്റാച്ച് ഫ്രം എർത്ത് ആൻഡ് അറ്റാച്ച് ടു ഹെവൻ. ഹല്ലേലൂയ. ഇത് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ സുവിശേഷത്തിൽ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെ ആയി തീരാനായിട്ട് ഇടയാകും. ഞാനൊരു ബിസിനസ്സുകാരനാണ്. ദുബായിൽ നിന്ന് ദിർഹ സമ്പാദിക്കേണ്ട ആളാണ്. പക്ഷെ ഞാൻ അത് വിട്ടിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ബിസിനസ്സുകാരൻ്റെ എപ്പോഴും ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്, അല്ലേ? നിങ്ങളാണ് ഞങ്ങളുടെ പ്രതിഫലം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അവിടെ എത്തിച്ചേരണം. അവിടെ എത്തിച്ചേരാൻ തടസ്സമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ പൊന്നു മക്കളെ, അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി ആ ലക്ഷ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയാകണം. ഇത്രയും നേരം ഇവിടെ പ്രസംഗിച്ചു. ഏതെങ്കിലും ജാതി അപമാനിച്ചോ? ഏതെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞോ? നിങ്ങളെ ഏതെങ്കിലും സംഘടനയിൽ ചേരാൻ പറഞ്ഞോ? പക്ഷെ നിങ്ങൾ ഈ 3 ദിവസവും വയറ് നിറച്ച് കിട്ടിയിട്ടും അപ്പന് തന്നു തീർക്കാൻ പറ്റിയില്ല, ഇല്ലേ? ഇതാ നമ്മുടെ അപ്പൻ വയറ് നിറച്ച് വല്ലപ്പോഴും കിട്ടുന്ന കുഞ്ഞുങ്ങളെ നിറച്ചു കൊടുത്തു. ഹല്ലേലൂയ.
അതില് ഒരു ആരെയും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നില്ല, ജാതിയെക്കുറിച്ച്, സംഘടനയെക്കുറിച്ചോ ആരെയും കുറ്റവും പറയുന്നില്ല. പകരം ദൈവത്തിന്റെ വചനം ആസ് ഇറ്റ് ഈസ് പറയുന്നു. അത് ചിലർക്ക് വിഷമമായിട്ട് തോന്നും, കാരണം ഞങ്ങൾ പറയുന്നത് പോലെ അല്ലല്ലോ. അതെനിക്ക് ഞാൻ അതിനൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, കാരണം ഞാൻ വചനത്തിന്റെ അടിമയാണ്. വചനം എന്തു പറയുന്നു ആ ജയിലിലാണ് ഞാൻ. വചനത്തിൽ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. അതുകൊണ്ടാണ് എന്നെ അടിക്കാനുള്ള വടി ഞാൻ ആദ്യമേ നിങ്ങളെ തന്നെ വചനപ്രകാരം അല്ലെങ്കിൽ അല്ല ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ വടി കൊണ്ട് അടിക്കണം. ഏത് വടി കൊണ്ട്? വചനമാകുന്ന വടി കൊണ്ട് എന്നെ അടിക്കണം. അതുകൊണ്ട് എല്ലാ ദൈവദാസന്മാർ അത് തന്നെ പറയണം. കുറച്ച് സമയം മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. നമുക്ക് വേറെ ആരോടും ചേരാനില്ല. ക്രിസ്തുവിൽ നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് നമുക്ക് എഴുന്നേക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അപ്പൻ്റെ അടുക്കിലേക്ക്, ആ യാത്രയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആദത്തെ വിട്ട് ക്രിസ്തുവിലേക്ക്, ഇതാപ്പാ എൻ്റെ ദ്വീപ് ജീവിതം വിട്ട്, എൻ്റെ ഐലൻഡ് ജീവിതം വിട്ട് അങ്ങുമായി ക്രിസ്തുവിൽ ഒന്നാകുന്ന ജീവിതം, അലയൻസ് ജീവിതത്തിലേക്ക് ഞാൻ എന്നെ തന്നെ പ്രവേശിപ്പിക്കുന്നു. അതിനായി എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ അങ്ങ് സ്വീകരിക്കണമേ, എന്നെ അങ്ങ് സ്വീകരിക്കണമേ. ഓരോ വ്യക്തികളും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച, ഇനി ഞാനുമായല്ല നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ദൈവവുമായിട്ടാ നിങ്ങളുടെ കാര്യം, ക്രിസ്തുവുമായിട്ടാ നിങ്ങളുടെ കാര്യം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. അപ്പാ, ഈ മക്കളോട് അങ്ങ് ഇടപെട്ടതിനായി നന്ദി. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് സംസാരിക്കട്ടെ. ഈ 3 ദിവസം ഓൺലൈനിലായിരിക്കുന്ന മക്കളെ നിങ്ങളും, ഹോളിലായിരിക്കുന്ന മക്കളെ നിങ്ങളും, ദൈവം നമ്മളോട് പറഞ്ഞത് അവകാശം ഒരാക്കേ ഉള്ളൂ. അകത്തെ ദൈവപുത്രന്, പുറത്തെ ജഡരക്തം ഇവിടം കൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് നീ ഇനിയും അതിൽ നോക്കി നിൽക്കാതെ അതിൽ നോടി അവകാശമുള്ള അനിയനിലേക്ക്, ക്രിസ്തുവിലേക്ക് ഓടിയെത്തുക. ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് നശിച്ചു പോകുന്നവനായി തീരാതെ ക്രിസ്തുവിൽ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വരിക. ദാസിയുടെ മകൻ വാഗ്ദത്തത്താൽ ലഭിച്ച, ദൈവത്തിൽ നിന്ന് ജനിച്ച മകനോടുകൂടി അവകാശിയാവുകയില്ല. അതുകൊണ്ട് നീ ദൈവത്താൽ ജനിച്ചവനാണ് എന്ന് ജഡിക മനുഷ്യനോടുകൂടെ നിൽക്കരുതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിൻപിലുള്ളതിനെ വിട്ട് മുൻപിൽ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടാൻ ഒരു തീരുമാനമെടുത്ത്, ആ തീരുമാനം ദൈവസന്നിധി സമർപ്പിച്ച് നിന്നെ തന്നെ ഏൽപ്പിച്ചാട്ടെ. സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം, സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവെ അനുഗമിക്കാൻ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ ജീവിപ്പാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പാ, എന്നെ സ്വീകരിക്കണമേ. ഇത് ഞാൻ ജഡത്തെ വിട്ട്, ആദത്തെ വിട്ട് ക്രിസ്തുവിലേക്ക്, ആത്മാവിലേക്ക് തിരിയുന്നു. ആത്മാവ് നയിക്കപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു. സമർപ്പിക്കപ്പെടുന്ന മക്കൾക്കായി സ്തോത്രം. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, എന്നപ്പൻ്റെ അടുക്കലേ യാത്രയെങ്കിൽ, സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട്. പ്രിയമക്കളെ,
നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ പാട്ട് പാടിയാട്ടെ. ഇത് പാട്ട് പാടാൻ വേണ്ടി പാടിയതല്ല, നീ യാത്രയാകാൻ വേണ്ടി പാടിയതാ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക്, ആ പുതിയ യെരൂശലേമിലേക്ക്, ഞാൻ കേട്ടു ഒരു പാപിയും അവിടെ പ്രവേശിക്കുകയില്ല. അങ്ങനത്തെ നാട്ടിലേക്കാണ് ഞാൻ യാത്ര. നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്ന ആ നാട്ടിലേക്കാണ് എൻ്റെ യാത്ര. യേശുവേ, ദൈവത്തിൻ്റെ ഇഷ്ടമായ ശുദ്ധീകരണം എന്നിൽ നടക്കുവാൻ ദയ എന്നെ ഏൽപ്പിക്കുന്നു. എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഈ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ദിനങ്ങളായിരുന്നു. ഞാൻ ഇതുവരെ കരുതിയിരുന്നതല്ല അങ്ങയുടെ ചിന്ത എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെ മാറ്റണമേ, എന്നെ ആള് മാറ്റണമേ. എനിക്ക് ലോകം വേണ്ട, എനിക്ക് ലോകത്തിലുള്ള ഒന്നും വേണ്ട. അപ്പാ, എനിക്ക് അങ്ങ് മതി, എനിക്ക് അങ്ങ് മതി. ക്രിസ്തുവേ, അങ്ങ് കാണിച്ചു തന്ന അപ്പനെ എനിക്ക് വേണം. യേശുവേ നന്ദി. ഈ വിലയേറിയ നിധി, വയലിൽ ഒളിച്ചു കിടന്ന ഈ നിധി, ഈ ദൈവരാജ്യം എന്ന നിധി, ദൈവത്തോടുകൂടെയുള്ള ജീവിതം എന്ന ഈ നിധി അങ്ങ് എനിക്ക് കാണിച്ചു തന്നതിനായി ഞാൻ നന്ദി. എന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങേ മക്കളെ മൂടുകയാൽ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങേ മക്കളെ മൂടുകയാൽ സ്തോത്രം. അങ്ങയുടെ പുതപ്പിന്റെ ആ മഹാന്മ ഞാനിവിടെ കാണുന്നു. അങ്ങയുടെ ജീവനാൽ ഈ മക്കളെ മൂടുകയാൽ സ്തോത്രം. അങ്ങയുടെ ചൈതന്യത്താൽ ഈ മക്കളെ മൂടുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഇവർ കേട്ട, ഇവർ ഏറ്റെടുത്ത ആ വിത്തുകളുടെ മുകളിൽ അങ്ങയുടെ ആത്മമഴ അങ്ങ് പെയ്യിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിതക്കാരൻ വിത്ത് വിതച്ച് അതിന്റെ മുകളിലേക്ക് ആ വെള്ളം തളിക്കുമ്പോൾ ആ വിത്ത് മുളയ്ക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നത് പോലെ അപ്പാ, അങ്ങയുടെ നല്ല ആത്മാവ് ഈ മക്കളുടെ മേല് ഒരാത്മമഴയായി പെയ്യുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ഇപ്പോൾ മാത്രമല്ല, തുടർന്ന് ഏത് സമയവും അങ്ങയുടെ വാഗ്ദത്തത്തിന്റെ ഈ ആത്മാവിന്റെ മഴ അവരുടെ മേലുള്ളതിനായി സ്തോത്രം. ഇത് ഈ മക്കളുടെ ഹൃദയങ്ങളിൽ പൊട്ടി മുളയ്ക്കട്ടെ. ഈ ആനന്ദം പൊട്ടി മുളയ്ക്കട്ടെ. ഈ സന്തോഷം പൊട്ടി മുളയ്ക്കട്ടെ. ഈ വചനം പൊട്ടി മുളയ്ക്കട്ടെ. അനേക മക്കളുടെയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇത് അവരുടെ അകത്ത് വളർന്ന് ഒരു വൻ വൃക്ഷമായി തീരട്ടെ, വൻ വൃക്ഷമായി തീരട്ടെ. തിരുവനന്തപുരം ഈ നഗരത്തിന് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ മക്കൾ തിരുവനന്തപുരം നഗരത്തിന് ഒരു പ്രകാശമായി തീരട്ടെ. ഈ സഭ തിരുവനന്തപുരം നഗരത്തിന് ഒരു പ്രകാശമായി തീരട്ടെ. ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന ഈ വെളിച്ചം ഈ ഇന്ത്യ മുഴുവൻ കീഴടക്കട്ടെ. ഇന്ത്യ മാത്രമല്ല, ഏഷ്യ കീഴടക്കട്ടെ. ഏഷ്യ മാത്രമല്ല, എല്ലാ ഭൂഖണ്ഡങ്ങളും കീഴടക്കി ഈ മക്കൾ ഈ ലോകത്തിന് വെളിച്ചമായി തീരട്ടെ. അതിനായി ഇവരെ അനുഗ്രഹിക്കുന്നു. ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഇരുട്ടിന്റെ നടുവിൽ വെളിച്ചം പ്രകാശിക്കാൻ കൽപ്പിച്ചിരിക്കുന്നത് പോലെ ചുറ്റും ഇരുട്ട്, ചുറ്റും ഇരുട്ട്, ചുറ്റും ഇരുട്ട്. എന്നാൽ ഇവിടെ നിന്ന് വെളിച്ചം കത്തട്ടെ അപ്പാ. അങ്ങയുടെ വെളിച്ചം അനേകർക്ക് 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 പ്രകാശമായി ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ലോകത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കും വ്യാപരിക്കുവാൻ ഇടയാകട്ടെ. അതിനായി ഈ സഭയെ, ഈ ജനത്തെ, ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരു അനുഗ്രഹമായിരിക്കട്ടെ, ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ തീ ഈ മക്കളുടെ മേൽ നിരന്തരം കത്തട്ടെ. ഒരു തീ, കാറിന് തീ പിടിച്ച പോലെ ഈ മക്കളായി തീരട്ടെ കർത്താവേ. അനേക മേഖലകളിൽ ഈ ദൈവരാജ്യത്തിന്റെ തീയും കൊണ്ട് ഇവർ കടന്നു പോകട്ടെ. ദൈവരാജ്യം പുളിപ്പ് പോലെയാണ്. ആ പുളിപ്പ് മാവിനെ കീഴടക്കുന്നത് പോലെ ഈ മക്കൾ ഈ തിരുവനന്തപുരം മുതൽ ഈ ലോകം മുഴുവൻ കീഴടക്കട്ടെ. താങ്ക് യു ഫാദർ. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. അങ്ങ് ഈ ജനത്തോട് ഇടപെട്ടതിനായി നന്ദി. സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അനേക കുഞ്ഞുങ്ങൾ അങ്ങേക്കായി വിരിഞ്ഞതിനായി സ്തോത്രം. ഉഷത്തിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് ക്രിസ്തുവിന് വരുന്നു എന്ന വചനപ്രകാരം അനേക ദൈവമക്കൾ സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തുവിലൂടെ എത്തിച്ചേരുന്നതിനായി ദൈവത്തിന് മഹത്വം. താങ്ക് യു അപ്പാ, താങ്ക് യു. ഏഴകളായി ഞങ്ങളെ ഇതിന് ഉപയോഗിച്ചതിനായി നന്ദി. പല കുറവുകളും ഞങ്ങൾക്കുണ്ട്, പല കുറവുകളുമുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ചെയ്യേണ്ടതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പലതിലും കുറവുള്ളത് ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഇവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ദൈവം ഞങ്ങളിലൂടെ പ്രവർത്തിച്ചു.
നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ധാരാളം വിത്തുകളിട്ടു. നിങ്ങളാണ് ഇനി ദീപങ്ങൾ. ഇത് കെട്ടുപോകാൻ അനുവദിക്കരുത്. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ ഇതാ പല രീതിയിലും പല സന്ദേശങ്ങൾ നിങ്ങളുടെ അകത്ത് വീണ് ഇതെടുത്ത് കളയാൻ നോക്കും. സാത്താൻ എടുത്ത് കളയും. പക്ഷേ നിങ്ങൾ ബലാത്കാരികരാകണം. ഇതിനെ കത്തിച്ചെടുത്ത് നിങ്ങൾ കൊണ്ടുവരണം, ഫലമാക്കി തീർക്കണം, അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകണം. നിങ്ങൾ ആരായി തീരണമെന്നറിയാമോ? പൗലോസിനെ പോലെ ദൈവരാജ്യത്തിൽ പിതാക്കന്മാരായി തീരണം. ദൈവരാജ്യത്തിൽ ധാരാളം പിതാക്കന്മാരുണ്ട്, അറിയാമോ? അല്ലേ? പൗലോസ് പറയുന്നു, താനും ദൈവരാജ്യത്തിലൊരു പിതാവാ. ഞാനാണ് നിങ്ങളെ സുവിശേഷത്തെ ജനിപ്പിച്ചത്. നിങ്ങൾ ഗുരുക്കന്മാർ അനേകരുണ്ട്, പിതാക്കന്മാർ ഏറെ ഇല്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിലെ പിതാക്കന്മാരായി തീരുക. അനേകം മക്കളുള്ള പിതാക്കന്മാരായി നിങ്ങൾ മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ ജനത്തോട്, പ്രത്യേകിച്ച് ഈ സഭയോട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സകലരോടുള്ള നന്ദി അറിയിക്കുന്നു. ട്യൂൺ ചെയ്ത നിങ്ങളോട് ഏവരുള്ള നന്ദി അറിയിക്കുക. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.